നമസ്കാരം. അവർ ഗസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് കൊച്ചിയിലെ വ്യത്യസ്തമായൊരു കലാരൂപത്തിന്റെ നെടുനായകത്വം വഹിക്കുന്ന അനുഗ്രഹീതനായ ഒരു കലാപ്രതിഭയാണ്. കലാരൂപം ചവിട്ടുനാടകം. അതിൽ ശ്രേഷ്ഠ സ്ഥാനമാണ് ശ്രീ ബ്രിട്ടോ വിൻസെന്റിനുള്ളത്. അദ്ദേഹമാണെന്ന് നമ്മുടെ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എവർക്കും വേണ്ടി ഈ ശ്രേഷ്ഠ പ്രതിഭയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. ചവിട്ടുനാടകം എന്തുകൊണ്ട് നോക്കിയാലും കൊച്ചിയുടെ ഒരു കലയായി മാറിയിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ ചവിട്ടുനാടകത്തിന് വേണ്ടി അതിൻ്റെ ഒരു ആസ്വാദക വൃന്ദം വളരെ വലുതായിരുന്നു നമ്മുടെ കൊച്ചിയിൽ. അത് കൂടുതൽ വിശദീകരണത്തിനായി ബ്രിട്ടോ വിൻസെന്റിലേക്ക് തന്നെ നമുക്ക് പോകാം. പറയൂ ബ്രിട്ടോ, ചവിട്ടുനാടകത്തിന്റെ ശ്രേഷ്ഠനായ ഏകദേശം 32 വർഷത്തോളം പഴക്കമുള്ള ഒരു കലാകാരനാണ് താങ്കൾ. അപ്പോൾ എന്തൊക്കെയാണ് ചവിട്ടുനാടകത്തെ സംബന്ധിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? ചവിട്ടുനാടകത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് തന്നെ നമുക്ക് ലഭ്യമായ അറിവുകൾ വെച്ചിട്ടുള്ള ഒരു വിശദീകരണം. തീർച്ചയായും. ഒരു 16ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ കേരളത്തിലെ തുറമുഖ പട്ടണങ്ങളായ കൊടുങ്ങല്ലൂർ, കൊച്ചി, കൊല്ലം എന്നിവിടങ്ങളിൽ എത്തിച്ചേർന്ന പോർച്ചുഗീസ് കച്ചവടക്കാരോടൊപ്പം എത്തിച്ചേർന്ന ക്രിസ്ത്യൻ മിഷണറിമാരാണ് ചവിട്ടുനാടകത്തിന്റെ ശില്പികൾ. അന്ന് കേരളത്തിൽ നിലനിന്നിരുന്ന കൂടിയാട്ടത്തിൽ നിന്ന് സംസ്കരിച്ചെടുക്കുകയും അതോടൊപ്പം തന്നെ യൂറോപ്യൻ ഓപ്പറയുടെയും യവന നാടക സംസ്കൃതിയുടെയും കേരളത്തിൻ്റെ തനത് കലാരൂപമായ ആയോധന കലയായ കളരിപ്പയറ്റിൻ്റെയും കൂടാതെ തമിഴ്നാട്ടിലെ നാട്ടുവ എന്ന നൃത്തരൂപത്തോടും തമിഴ്നാട്ടിൽ തന്നെ തെരുക്കൂത്ത് എന്ന നൃത്ത രീതികളോടുമൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് പാശ്ചാത്യവും ഭാരതീയവുമായ ദൃശ്യകലാധാരകളുടെ ഒരു സമന്വയം എന്ന് വേണമെങ്കിൽ ചവിട്ടുനാടകത്തെ വിശേഷിപ്പിക്കാം. വിവിധതരം ഇത്രയ്ക്കും വിവിധങ്ങളായ കലകളുടെ അംശങ്ങൾ ചേർന്നിട്ടുള്ള ഒരു കലാരൂപം മറ്റൊന്ന് ഇല്ല എന്നാണ് ഇതേക്കുറിച്ച് ആധികാരികമായി പഠനം നടത്തിയ സഫീന റാഫി ടീച്ചറിൻ്റെ ചവിട്ടുനാടകം എന്ന പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ലഭ്യമായിരിക്കുന്ന ചവിട്ടുനാടകത്തെക്കുറിച്ച് ആധികാരികമായിട്ട് നമുക്ക് ലഭ്യമായിരിക്കുന്ന ഒരു പുസ്തകം സഫീന റാഫി എഴുതിയിരിക്കുന്ന ചവിട്ടുനാടകം എന്ന പുസ്തകം തന്നെയാണ്. ഈ അനുഗ്രത കലാകാരി ഗോതുരത്ത് എന്ന സ്ഥലത്താണ് ജനിച്ചത്. ചവിട്ടുനാടകത്തെക്കുറിച്ച് വളരെ ആധികാരികമായി പഠനം നടത്തി അത് പുറത്തിറക്കിയ ചവിട്ടുനാടകം എന്ന പുസ്തകമാണ് ഇത്തരത്തിലുള്ള ഒരുപാട് അറിവുകൾ എന്നെ പോലുള്ള മറ്റു പലവർക്കും ലഭിച്ചിരിക്കുന്നത്. ഈ സഫീന റാഫി ഇതിൽ ഇൻവോൾവ്ഡ് ആയിരുന്നു ഫുൾ ടൈം. സഫീന റാഫി ഗോതുരത്തിൽ ചവിട്ടുനാടകം കൊച്ചിയെ പോലെ തന്നെ ഗോതുരത്തും ചവിട്ടുനാടകത്തിൽ വളരെ പ്രശസ്തമായ ആളുകളാണ്. അപ്പോൾ ഗോതുരത്തിൽ ജനിച്ചു വളർന്നതുകൊണ്ടും ഈ സഫീന റാഫിയുടെ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് അവരുടെ അമ്മയ്ക്ക് ചവിട്ടുനാടകത്തിനോട് വലിയ അധികം താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ ഒരു ആ സ്മരണയ്ക്ക് വേണ്ടിയാണ് ഈ പുസ്തകം തന്നെ അവർ എഴുതിയത്. അപ്പോൾ അതിൽ ചവിട്ടുനാടകത്തെക്കുറിച്ച് ആധികാരികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നടൻ സ്വയം പാടി ചാടി ചവിട്ടി കളിക്കണം എന്നതാണ്. അതാണ് ചവിട്ടുനാടകത്തിന്റെ തനിമ. എന്നാൽ ഇപ്പോൾ നിർഭാഗ്യകരം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പള്ളിത്തോട് തുടങ്ങി ഫോർട്ട് കൊച്ചി വരെയുള്ള തീരദേശങ്ങളിൽ മാത്രമാണ് നടൻ സ്വയം പാടി കളിക്കുന്ന ചവിട്ടുനാടകം ഇന്ന് നിലവിലുള്ളത്. മറ്റ് ആലപ്പുഴ അറ്റത്ത് പള്ളിത്തോട് കഴിഞ്ഞുള്ള ആലപ്പുഴ ആ ഭാഗത്തും ഇവിടുന്ന് വൈപ്പിൻ തുടങ്ങി അങ്ങോട്ട് പറവൂര്, ഈ കൊടുങ്ങല്ലൂർ, കൊതുരുത്ത് മുതലായ സ്ഥലങ്ങളിലും പിൻപാട്ടുകാരോടൊപ്പം നടൻ അഭിനയിക്കുന്നത്. സ്വയം പാടില്ല, പിൻപാട്ടുകാർ പാടിക്കൊടുക്കുമ്പോൾ ആ പാട്ടിനനുസരിച്ച് ചൂടുകൾ വെച്ച് അഭിനയിക്കുന്ന രീതിയാണ്. ഇപ്പൊ അടുത്ത കാലത്ത് അതെല്ലാം സീഡിലായി, മൊത്തത്തിലെല്ലാം സീഡിലാക്കിയിട്ട് അവതരിപ്പിക്കാം. അപ്പൊ അത് അവരുടെ ഒരു ശൈലി. ഇപ്പൊ ഗോതുരത്ത് ശൈലി, കൊച്ചി ശൈലി, ആലപ്പുഴ ശൈലി, അങ്ങനെ 3 ശൈലി ഉണ്ട്. കൊച്ചി ശൈലിക്കുള്ളൊരു പുതിയ നിറം കൊടുത്തതിൽ ബ്രിട്ടോയ്ക്ക് ഉള്ള പങ്ക് വളരെ വലുതായിരിക്കും. കൊച്ചി ശൈലിയിൽ ഇപ്പോഴും നമ്മൾ നിലനിൽക്കുന്നുള്ളതാണ്. പഴമ തന്നെ സ്വയം പാടി ചാടി ചവിട്ടി കളിക്കുക. അത്തരത്തിലേക്ക് ഇപ്പോൾ 8 വയസ്സ് തുടങ്ങിയുള്ള ഒരുപാട് കുട്ടികളെ നമ്മൾ അതിന് വേണ്ടി പ്രാപ്തരാക്കിയിട്ടുണ്ട്. അവർ പ്രൊഫഷണലായിട്ട് തന്നെ ചവിട്ടുനാടകങ്ങൾ വേദിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. 8 വയസ്സ് തുടങ്ങി 16 വയസ്സ് വരെയുള്ള കുട്ടികൾ കാർൽസ്മാൻ പോലത്തെ അതിപ്രശസ്തമായ ചവിട്ടുനാടകങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് വേദിയിൽ. കൊച്ചിയിലേക്ക് നമുക്ക് ആദ്യ ഒരു പ്രാരംഭഘട്ടത്തിൽ ഇതിവിടെ തുടങ്ങിയത് ഇപ്പോൾ പോർച്ചുഗീസുകാരുടെ മിഷണറിമാരുടെ വരവും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ കൊച്ചിയിൽ ഇത് തുടങ്ങാൻ വേണ്ടുന്ന അത്തരം ഒരു ആളുകൾ ആരൊക്കെയായിരുന്നു? ആ പ്രതിഭകളെ കുറിച്ചുള്ള ഒരു അന്വേഷണം ഈ സഫീന റാഫിയുടെ പുസ്തകത്തിൽ വല്ലതൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ടോ?
ഇല്ല ഇല്ല, സെബിന റാഫിയുടെ പുസ്തകത്തിൽ 500 വർഷത്തെ പഴക്കമുണ്ട് ഇതിന്. അപ്പോൾ ആ പഴയ കാലത്തെന്ന് പറഞ്ഞാൽ ഒന്നും രേഖകളായിട്ടൊന്നും ആരും സൂക്ഷിച്ചിട്ടില്ല. പിന്നെ ചിന്നത്തമ്പി അണ്ണാവി എന്ന് പറഞ്ഞൊരാളാണ് ചവിട്ടുനാടകം എഴുതിയതെന്ന് പറയുന്നത്. പക്ഷേ കാർൽസ്മാൻ ചരിത്രം ആണ് ചവിട്ടുനാടകത്തിലെ ആദ്യത്തെ ചവിട്ടുനാടകം, ഏറ്റവും പ്രശസ്തവും. ഇപ്പോൾ ചവിട്ടുനാടകം എന്ന് പറഞ്ഞാൽ ചവിട്ടുനാടകം എന്ന് പറഞ്ഞാൽ അതിനൊരു വിശദീകരണം പ്രേക്ഷകർക്ക് വേണ്ടി കൊടുക്കാൻ പറ്റില്ലേ? കാർൽസ്മാൻ ചരിത്രത്തിലെ ഫ്രാൻസ് ഭരിച്ചിരുന്ന ഒരു ചാൾസ് മെയിൻ എന്ന ചക്രവർത്തിയുടെ കഥയെ ആസ്പദമാക്കിയിട്ടാണ് കാർൽസ്മാൻ എന്ന ചവിട്ടുനാടകം ഉണ്ടാക്കിയത്. ചരിത്രത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾക്കൊക്കെ മാറ്റം നാടകത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നാടകത്തിൻ്റെ നാടകീയമായ മുഹൂർത്തങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുണ്ട്. അത് അന്ന് നമ്മൾക്ക് ലഭ്യമായ ഭാഷ തമിഴായിരുന്നു കേരളത്തിൽ. അപ്പോൾ ആ തമിഴിലാണത് രചിച്ചത്. അപ്പോൾ 5 ഭാഗങ്ങളായിട്ടാണ് കാർൽസ്മാൻ നാടകം അവതരിപ്പിക്കുന്നത്. 5 ഭാഗമുണ്ട്. അത് ഒരു ഭാഗം അവതരിപ്പിക്കുന്നതിന് 3 ദിവസങ്ങൾ, പൂർണ്ണമായ 3 രാത്രികൾ ആവശ്യമാണ്. പൂർണ്ണമായ 3 രാത്രികൾ കൊണ്ട് മാത്രമേ ഒരു ഭാഗം തീരുള്ളൂ. പറഞ്ഞ അപ്പം 5 ഭാഗങ്ങൾ അവതരിപ്പിക്കുന്നതിന് 15 ദിവസങ്ങളും ഏതാണ്ട് 100-ലധികം നടന്മാരും ആവശ്യമായിരുന്നു കാർൽസ്മാൻ. 15 ദിവസം ഒരുമിച്ച് എവിടെയെങ്കിലും അവതരിപ്പിച്ചിട്ടുണ്ടോ എന്നൊന്നും നമുക്ക് അറിവില്ല. 3 ദിവസം അവതരിപ്പിച്ചത് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. 3 ദിവസം തുടർച്ചയായിട്ട് നാടകം അവതരിപ്പിച്ചത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഉള്ളൊരു നാടകത്തെക്കുറിച്ച് പറഞ്ഞേക്കുന്നത് ബ്രിഷീന എന്നൊരു നാടകമാണ്, 2ാമത്തെ നാടകം. അപ്പോൾ ആ ബ്രിഷീന നാടകത്തെക്കുറിച്ച് എനിക്ക് വ്യക്തമായ അറിവുകളൊന്നുമില്ല. കാരണം ആ നാടകം ശരിക്കും ആലപ്പുഴ ഭാഗത്താണ് കൂടുതൽ പ്രചരിച്ച് കാണുന്നത്. അപ്പോൾ ആ നാടകം എഴുതിയത് ചിന്നത്തമ്പി അണ്ണാവിയാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഇവിടെ കാർൽസ്മാൻ എഴുതിയത് ആരാണെന്ന് ഇതുവരെയും ലഭ്യമായ ഒരു തെളിവില്ല. ആരാണ് എഴുതിയെന്ന് അറിഞ്ഞുകൂടാ. ഈ ആലപ്പുഴയിൽ ഒരു വൈദികന്റെ നിയന്ത്രണത്തില് എന്താ അച്ഛന്റെ പേര്? അച്ഛൻ ജോസഫ് വലിയ വീട്ടിലച്ഛൻ, കൃപാസനത്തിന്റെ ഡയറക്ടർ. അച്ഛൻ ഇതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്കൂൾ കലോത്സവത്തിൽ ചവിട്ടുനാടകം വരുന്നതിനും അച്ഛൻ്റെതായിട്ടുള്ള ഒരുപാട് അധ്വാനം അതിൻ്റെ പുറകിലുണ്ട്. പിന്നെ ആശയപരമായിട്ട് അച്ഛനുമായിട്ട് ഞാനും പല വിയോജിപ്പുണ്ട്. ചവിട്ടുകട സംബന്ധം വ്യക്തിപരമായിട്ടല്ല, വ്യക്തിപരമായിട്ടെന്ന് വെച്ചാൽ അച്ഛൻ എന്നോട് വലിയ ഒരു വാത്സല്യം കാണിക്കുന്ന ആളാണ്. ഒരു 20-25 കൊല്ലത്തിലോളം അച്ഛനുമായിട്ട് ഞാൻ മാനസികമായിട്ട് ബന്ധമുണ്ട്. അച്ഛൻ എന്ത് കാര്യത്തിന് എന്നെ വിളിക്കാൻ ഞാൻ പോവുകയും ചെയ്യും. പക്ഷേ ചവിട്ടുനാടകം നടൻ സ്വയം പാടി കളിക്കേണ്ടതാണ് എന്ന ഒരു കാര്യത്തിൽ മാറ്റം വരുത്താൻ ഞാൻ അതിനൊരു യോജിപ്പുണ്ട്. അപ്പം അച്ഛൻ എന്നെ പരസ്യമായിട്ട് മൗലികവാദി എന്നൊക്കെ വിളിച്ചിട്ടുമുണ്ട്. അത് അങ്ങനെ പോകും. പക്ഷേ ഈ ഞാൻ പറയുന്ന എൻ്റെ ഒരു വ്യക്തിപരമായ നിഗമനവും പിന്നെ അതുപോലെ തന്നെ ഈ പള്ളിത്തോട് തുടങ്ങിയുള്ള ഫോട്ടോചോരുള്ള ചവിട്ടുകട കലാകാരന്മാരുടെ ഒരു വിശ്വാസവും നടൻ സ്വയം പാടി കളിക്കുന്നതാണ് ചവിട്ടുനാടകം എന്ന്. അങ്ങനെ പാടിക്കളിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ അത് ഒഴിവാക്കി കളയുക, അതിൽ നിന്ന് പിന്മാറുക. ഇപ്പോൾ പാടാൻ മറ്റു പലരും പറയുന്ന രീതി വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല സുന്ദരനായിട്ടുള്ള ആളാണ്, അവന് പാടാൻ കഴിയില്ല. അപ്പോൾ അവനെ കഥാപാത്രത്തിന് വേണ്ടി അവനെ കൊണ്ടുവരാം, അപ്പോൾ പാട്ട് പിന്നീട് പാടിക്കൊടുത്തിട്ട് അവനെ കൊണ്ടുവരാന്നുള്ളതാണ്. അപ്പം ഞാൻ പറയുന്നത് ഈ സ്വയം പാടിക്കളിക്കാൻ പറ്റിയില്ലെങ്കിൽ അവൻ ചവിട്ടുനാടക നടനല്ല, ചവിട്ടുനാടക കലാകാരനല്ലെന്ന്. പൂർണ്ണതയില്ല. അങ്ങനെ ചെയ്യണമെന്നുള്ളത് തന്നെയാണ്. ഇപ്പം നമ്മൾ അതിന് ആലാപന സുഖം വേണമെന്നുണ്ടോ? ആലാപന സുഖം വേണം. ഇപ്പം നമ്മുടെ എല്ലാം കൂടെ കണ്ടെത്തുക ശ്രമകരമാണ്. പക്ഷെ പണ്ട് കാലത്ത് അങ്ങനെ ഒരുപാട് കലാകാരന്മാർ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ അത്തരത്തിൽ ഓർമ്മിക്കാവുന്ന കുറെ പേരുകൾ പറയാൻ പറ്റുമോ? പഴയ കാലം കൊച്ചിയിലെ എൻ്റെ ചെറുപ്പത്തിൽ കാണുന്ന കഥാനായക സങ്കല്പം. കഥാനായക സങ്കല്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് VR സൈമൻ, വലിയ വീട്ടിൽ സൈമൻ. അവർ 7 സഹോദരന്മാരാണ്. 7 പേരും നല്ല ചവിട്ടുകടക്കാരാണ്. പക്ഷേ 7 അവരുടെ മൂത്ത സഹോദരിയുടെ മക്കളും ചവിട്ടുകടക്കാരാണ്. അവരിലിപ്പോ ഒന്ന് VR സൈമൻ ജീവിച്ചിട്ടിപ്പുണ്ട്, VR ലാസർ, VR ആന്റണി. ഇവര് 3 പേരും ഇപ്പോൾ ഉണ്ട്. പിന്നെ ഇവരുടെ സഹോദരി ശ്രദ്ധേയരാണ്. അതിൽ എല്ലാവരും നല്ല അജാനുഭവങ്ങളും കാണാൻ 7 പേരും ഒരുമിച്ച് നാടകത്തിലൊക്കെ വരുന്ന വളരെ ഭംഗിയുള്ള സംഭവങ്ങളൊക്കെ. അത് എൻ്റെ കൊച്ചിയിലെ കണ്ടുള്ള ഓർമ്മയാണ്. ഒരു പരിധിവരെ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് അവർ. കാരണം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് അവരുടെ വീട്. അവിടെ ഈ നാടക റിഹേഴ്സൽ കാണാനൊക്കെ പോയിരുന്നു. അങ്ങനെ ഒരുപാട് ഒരു സ്വാധീനമുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് ഒരു സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ VR ലാസർ എന്ന് പറഞ്ഞ അദ്ദേഹം എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ തന്നെ സ്നേഹിക്കുന്ന ആളാണ്. എൻ്റെ സാവൂൾ നാടകത്തിൽ സാവൂളിൻ്റെ വേഷം, ജൂലിയസ് സീസറുടെ ബ്രൂട്ടസിൻ്റെ വേഷം അതൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. സാവൂളും ജൂലിയസ് സീസർ സംവിധാനം ചെയ്തും പുള്ളി തന്നെയാണ്. ഇപ്പോൾ ഞങ്ങൾ വേറൊരു സമിതിയിലൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ആ സംവിധാന ചുമതല ഞാൻ ഏറ്റെടുത്ത് ഞാൻ തന്നെ ചെയ്യുന്നു. പിന്നെ കൊച്ചിയിലെ ഏറ്റവും പ്രഗത്ഭരായ ആളുകളുടെ കൂട്ടത്തിൽ പറഞ്ഞ ഇപ്പോൾ ഈ VR ലാസർ എന്നൊക്കെ പറഞ്ഞ ലാസറിൻ്റെ ഒക്കെ മൂത്ത സഹോദരനുണ്ട്, ഒരു VR വർഗീസ്.
അദ്ദേഹം ഒരു സമർത്ഥനായ ഒരു ചവിട്ടുനാടക ആചാര്യൻ തന്നെയാണ്. പിന്നെ എൻ്റെ ആശാൻ, എന്നെ ഈ ചവിട്ടുനാടകം പഠിപ്പിച്ചത് ജോസി വടക്കേ വീട്ടൽ എന്നും പറഞ്ഞിട്ട് ഒരു ആശാനാണ്. അദ്ദേഹവും വളരെ കാണാനൊക്കെ വളരെ ഉയരവും പൊക്കമുള്ള നല്ല ദുര്യോധനായിട്ടൊക്കെ ചവിട്ടുനാടകത്തിൽ ദുര്യോധനന്റെ വേഷമൊക്കെ ഈ പൗരാണിക ഇതൊക്കെ എടുത്തിട്ടുണ്ട്. അത് ഈ ഹിന്ദു കഥകള് ചവിട്ടുനാടകം ഒരെണ്ണം. ഈ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചവിട്ടുനാടകം മലയാളത്തിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് പട്ടാളം എന്നുള്ള സ്ഥലത്ത്, ഫോർട്ട് പട്ടാളം എന്നുള്ള സ്ഥലത്തുള്ള VJ ജോൺ മാസ്റ്ററാണ്. അതേ ഒരു ആയുർവേദ വൈദ്യൻ, എല്ലാം തമിഴിലായിരുന്നു. ജോൺ മാസ്റ്റർ, അത് പുള്ളി ഒരു ആയുർവേദ വൈദ്യനായിരുന്നു. അവസാന കാലഘട്ടത്തിൽ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ അവിടെയും ഈ പാടിക്കളിക്കുന്നതിൻ്റെ പ്രത്യേകത വരുന്നത്, അന്ന് നടന്മാരെയൊക്കെ ഒരുപാട് നടന്മാർ കിട്ടും. ഇപ്പം നമ്മൾ ഒരു നാടകം കളിക്കാൻ വേണ്ടി ഒരു 10 പേരെ ഒപ്പിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്, കാരണം ആളുകൾ കിട്ടുന്നില്ല. അപ്പം അന്ന് ആളുകളിന് ക്യൂ ആണ് നാടകത്തിൽ അഭിനയിക്കാൻ. അപ്പം ഇങ്ങനെ നിർത്തിയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓരോരുത്തരിൽ നിന്ന് പറഞ്ഞ് കിട്ടിയേക്കുന്ന അറിവാണത്. കിട്ടിയിട്ട് അറ്റം തുടങ്ങി ഒരാളോട് പാടാൻ പറയും. അങ്ങനെ പാടി വരുമ്പോൾ പാട്ട് മാഷിന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാഷ് ചോദിക്കും, ഈ പാട്ട് പാടിയ ആൾക്ക് എത്ര ഉയരമുണ്ട്, അയാളെ കാണാൻ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ അടുത്തിരിക്കുന്ന സഹായി പറഞ്ഞു കൊടുക്കും, ഇന്ന പോലെ ഇരിക്കണം ഇന്ന. അങ്ങനെ അവിടെ വെച്ച് റോൾ ഫിക്സ് ചെയ്യണം, ഇന്ന റോൾ അയാൾക്ക്. അപ്പോൾ പാടുന്നതിൻ്റെ പ്രത്യേകത അപ്പോഴും ഞാനത് ഒന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ്. അപ്പോൾ പാട്ടാണ് പ്രധാനം. പാടാൻ കഴിയുന്നവന്റെ പാടി കഴിഞ്ഞിട്ടാണ് ചോദിക്കണത് അവൻ എങ്ങനെയുണ്ട് കാണാൻ. മൈക്രോഫോണൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിലാണ് ഈ പണി നടക്കുന്നത്. ഈ ചവിട്ടുനാടകം രൂപപ്പെടുന്നത് മൈക്രോഫോൺ ഇല്ലാത്ത സമയത്താണ്. പൊട്ടി അങ്ങനെ മൈക്രോഫോൺ ഇല്ലാണ്ട് പാടിയിട്ട് നമ്മൾ ചക്കാമാടം എന്നുള്ള സ്ഥലത്ത് സ്റ്റേജിൽ നാടകം കളിച്ചിട്ട് ഐലൻഡിൽ നിന്ന് ആളുകൾ മച്ചോ ഇറക്കി നാടകം കാണാൻ വന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അത്രക്കും ശബ്ദത്തിൽ ആളുകൾ പാടുമായിരുന്നു. അപ്പൊ അതുപോലെ പണ്ട് കാലത്ത് ഒരു ത്രിമൂർത്തികൾ കൊച്ചിയെ ബേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഒരു ചാണ്ടിയാശാൻ, പുള്ളി സ്വയം കുതിരയൊക്കെ ഓടിച്ച് സ്റ്റേജിലൊക്കെ കയറ്റിയിട്ടുള്ള ആളാണ്. പിന്നെ കുതിരപ്പുറത്ത് നടന്ന് നോട്ടീസ് വിതരണം ചെയ്തിട്ടുണ്ട്. ഈ ചാണ്ടിയാശാനുമായിട്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു ലോനി എന്ന് പറഞ്ഞൊരാളെ കുറിച്ച് പറയുന്നുണ്ട്, ഒരു ആശാൻ, ഒരു എപ്പച്ചൻ. ഇവർ രണ്ടുപേരും ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. പക്ഷേ ചാണ്ടിയാശാനെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അവസാന കാലഘട്ടത്തിലൊക്കെ. അപ്പോൾ ചാണ്ടിയുടെ ചാട്ടം, ലോനിയുടെ പാട്ട്, എപ്പച്ചൻ്റെ ആട്ടം. എപ്പച്ചൻ എന്ന് പറഞ്ഞ ആശാൻ ഈ സ്ത്രീ കഥാപാത്രങ്ങൾ ചെയ്യുന്ന ആളായിരുന്നു. അത് അങ്ങനെ മൂന്നും വളരെ ഫേമസ് ആയിരുന്നു. ആ 3 പേരും കൂടി നാടകത്തിലുണ്ടെങ്കിൽ ആ നാടകം വളരെ ഭയങ്കരമായിട്ട് വിജയിക്കും എന്നുള്ള ഒരു വിശ്വാസമൊക്കെ അങ്ങനെയുണ്ട്. പിന്നെ അന്ന് കഥാപാത്രങ്ങളുടെ പേരിലാണ് ആളുകൾ അറിയപ്പെട്ടിരുന്നത്. ഇപ്പം വസ്ത്യൻകുട്ടി എന്ന പേര്, മാലാഖയുടെ വേഷം ചെയ്യുന്നുണ്ട് മാലാഖ വസ്ത്യൻ. പിന്നെ റോൾദോൻ അന്തോണി, റിച്ചാർഡ് വസ്ത്യൻകുട്ടി, ഇങ്ങനെ കഥാപാത്രങ്ങളുടെ പേര് അറിയപ്പെടും. അങ്ങനെ അറിയപ്പെടുന്ന ഒരു കാലഘട്ടം. ഇന്നത്തെ നമ്മൾ സൂപ്പർ സ്റ്റാറുകളെ പോലെ അത്ര അന്ന് വേറെ മാധ്യമങ്ങൾ വേറെ ഇതുപോലത്തെ മറ്റുള്ള മീഡിയകളൊന്നും ഇല്ലാത്ത കാരണം ചവിട്ടുനാടകം അത്ര ഇതായിരുന്നു കൊണ്ടിട്ടാണ് അങ്ങനെ ഇതായത്. അപ്പോൾ ചായക്കടകളിലൊക്കെ ചായ കുടിക്കാനൊക്കെ ഇവർ ചെല്ലുമ്പോൾ മറ്റുള്ളവർ എഴുന്നേറ്റ് ഇരിക്കാൻ സൗകര്യം ചെയ്ത് കൊടുക്കും. ഇതൊക്കെ നമ്മൾ കുഞ്ഞുനാളിൽ പലരും പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുകളാണ്. ഇതൊക്കെ നമുക്ക് നേരിട്ടുള്ള അനുഭവമല്ല. അങ്ങനെ പല കാര്യങ്ങൾ. അപ്പം അങ്ങനെ ചവിട്ടുനാടകം എന്ന് പറഞ്ഞാൽ ഒരു ജനസമൂഹത്തിന്റെ ജീവിത സ്പന്ദനമായിരുന്നു. പഠിക്കുന്നത് കുറെ മാറി പോയി. ഇപ്പം നമ്മളിവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ആളുകളേ ഉള്ളൂ ചവിട്ടുനാടകത്തിൽ. ഇപ്പോൾ എന്നോടൊപ്പം തന്നെ 14 കുട്ടികൾ ചവിട്ടുനാടകം തുടങ്ങി 80-ൽ. അതിൽ ഞാൻ മാത്രമാണ് പിന്നീട് ഇങ്ങോട്ട് വന്നത്. ബാക്കികളെല്ലാവരും അത് ഒരേ സമയത്ത് വിട്ടുപോയി. അതുപോലെ തന്നെ മൊത്തത്തിൽ ചവിട്ടുനാടകക്കാരും ഉള്ള ആളുകളൊക്കെ അവസരമായി കുറേ ആളുകൾ മരിച്ചും പോയി. പുതിയ ആളുകൾ ഇതിനകത്തേക്ക് വരുന്നുമില്ല. ഇപ്പം ഈ യുവജനോത്സവം എന്നുള്ള സാധനം, യുവജനോത്സവത്തിൽ ചവിട്ടണം വന്നത് ശരിക്കും ഇതിൻ്റെ ഒരു വളർച്ചയ്ക്ക് ഇതാവും. പക്ഷെ അവിടെയും ഒരു നിർഭാഗ്യകരമായ ഒരു അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CD ഉപയോഗിച്ച് കളിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് സർക്കാരിൻ്റെ തീരുമാനം. CD വെച്ച് കളിക്കാൻ പാടെന്ന് പറഞ്ഞാൽ അതിന് സാങ്കേതികമായ കുറെ കാരണങ്ങളുണ്ട്. സ്കൂൾ തലത്തിലൊക്കെ ഒരുപാട് അത് സ്കൂളുകൾക്ക് ചെലവ് വരുന്നുണ്ട്, ഒരു സമയം ലാഭിക്കുക, ഇതൊക്കെയാണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷേ അങ്ങനെ എന്തൊക്കെ തന്നെ ന്യായീകരണം ഉണ്ടെങ്കിലും ഇതിന്റെ പരമ്പരാഗത കലയുടെ ഒരു തനിമ നഷ്ടപ്പെടുകയാണ് സ്കൂൾ കോമ്പറ്റീഷനിൽ. അപ്പം അങ്ങനെ നമ്മൾ സ്കൂളിലെ നമ്മൾ ഇപ്രാവശ്യം അതിനുവേണ്ടി ഒരുപാട് ശ്രമം നടത്തി, മന്ത്രിക്ക് പരാതികളൊക്കെ ചെയ്ത്, പക്ഷെ അതിനൊന്നും മറുപടി ഉണ്ടായിട്ടില്ല. തുടർന്ന് വേറൊന്നും ചോദിച്ചോട്ടെ, ഇപ്പൊ ഈ ആണുങ്ങളുടെ ഒരു കലയായിട്ടല്ലേ ഇത്? ചവിട്ടും ആട്ടവും പാട്ടും ഒക്കെ ആണുങ്ങളുടെയാണ്. പക്ഷെ ഇതിപ്പോ പെൺകുട്ടികളും കളിക്കുന്നുണ്ട്. ഇത് ഒരുമിച്ചുള്ളൊരു മത്സരം വരുമ്പോഴേക്കും പെണ്ണിനേക്കാൾ കുറെ കൂടി പകിട്ടും ശക്തിയോടുകൂടി ചെയ്യാൻ പറ്റുന്ന ആണുങ്ങൾക്കാണ്. അപ്പൊ അത്തരത്തിലൊരു വ്യത്യസ്തത കൂടി ആവശ്യമല്ലേ ഇതില്? അത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഒരു സിസ്റ്റർ എന്നോട് സംസാരിച്ചാണ്. അപ്പൊ ഞാൻ പഠിപ്പിച്ചു കൊണ്ടുപോയ കുട്ടികളാണ്. അപ്പൊ ചവിട്ടുനാടകം എന്ന് പറഞ്ഞാൽ താണ്ഡവ പ്രധാനമാണ്. വളരെ ഉയർത്തി ചാടി ചവിട്ടുക എന്നൊക്കെ ചെയ്യുന്നത്.
അപ്പോൾ പെൺകുട്ടികൾ എങ്ങനെ ചെയ്താലും അത്രത്തോളം ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ പെൺകുട്ടികളുടെ അതിൽ പരിമിതിയുണ്ട്, ശാരീരികമായ ഒരു പരിമിതി ഉണ്ട്. അപ്പോൾ പുരുഷ കഥാപാത്രങ്ങളാണല്ലോ പെൺകുട്ടികളെ അവതരിപ്പിക്കുന്നത്. അപ്പൊ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റില്ല. അതിനൊരു ഒരു അഭ്യർത്ഥന എന്ന നിലയിൽ ഇനിയൊരു അവിടെ താമസിയാതെ തന്നെ ചവിട്ടുനാടക വിദഗ്ധന്മാരുടെ ശില്പശാല നടത്തുമെന്ന് മന്ത്രി ഒരു ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. കാരണം വേണ്ടത്ര സാങ്കേതിക വിദഗ്ധരുടെ വേണ്ടത്ര സഹകരണത്തോടെ അല്ലെങ്കിൽ അഭിപ്രായത്തോടെ അല്ല ഈ വർഷം ചവിട്ടുനാടകത്തിന്റെ ഈ രീതികളൊക്കെ തീരുമാനിച്ചെന്ന് വെച്ചാൽ പെട്ടെന്ന് 2-3 പേരെ വെച്ച് തീരുമാനിച്ച് അങ്ങോട്ട് പോയതാണ്. മറ്റുള്ളവരെല്ലാം അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെതിരെയൊക്കെ ഞങ്ങൾ പരാതികൾ പറഞ്ഞപ്പോൾ വ്യക്തമായിട്ടൊരു വിദഗ്ധരുടെ ശില്പശാല നടത്തും എന്ന് സർക്കാരിന്റെ ഒരു ഉറപ്പുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണ്. മാനുവൽ പരിഷ്കരണത്തിലൂടെ മാത്രമേ അതൊക്കെ മാറ്റമുള്ളൂ. അപ്പൊ അങ്ങനെ അതിനും ബിട്ടോന്റെയും പി അച്ഛന്റെയും ഗോതിരത്ത് കലാസമിതികളിലെ എല്ലാവരുടെ സഹകരണം ഞങ്ങൾ അനുഭവിച്ചാണ്. കഥാപ്രസംഗത്തിന്റെ കാര്യത്തിലും ഈ പെണ്ണിന്റെ സ്ത്രൈണമധുരമായ ശബ്ദവും അവരുടേതായിട്ടുള്ളൊരു ആംഗിക ചലനങ്ങളൊക്കെ വേറെയാണ്, ആണുങ്ങൾക്ക് വേറൊരു ഗാംഭീര്യവും കാര്യങ്ങളൊക്കെ. ഇത് രണ്ടും ഒരുമിച്ച് തന്നെയാണ് മത്സരം ഇപ്പോഴും പോകുന്നു. അത് രണ്ടാക്കി വെക്കാൻ പറഞ്ഞിട്ട് ഇവരോട്ട് സമ്മതിക്കുന്നില്ല. അത് പല ശില്പശാലയിലും കഥാപ്രസംഗ സംഘടനയും കാതികന്മാരൊക്കെ പങ്കെടുത്തിട്ട് അനുവദിച്ചിട്ടില്ല. പക്ഷെ നിങ്ങളൊന്നും പിടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട്, എന്തൊക്കെയോ അതിനൊരു പ്രത്യേകതയുണ്ട് ചവിട്ട് നാടകത്തിന്. ഇവിടെ പണ്ടൊരിക്കലും നമ്മുടെ പട്ടേൽ തിയേറ്ററിൽ ഏറിയ അധികം വർഷമൊന്നും ആയിട്ടില്ല അല്ലെ, ഒരു അന്ന് ബ്രിട്ടോന്റെയും വർക്ക് ഉണ്ടായിരുന്നു 99. നമുക്ക് അതിന്റെ ഏതെങ്കിലും ക്ലിപ്പിംഗ്സ് കയ്യിലിരിപ്പുണ്ടോ? നമുക്കൊന്ന് പ്രേക്ഷകരെ ഇട്ട് കാണിക്കാൻ വേണ്ടി. 99 നമുക്ക് ഏതിന്റെ ഉള്ള കാർൽസ്മാന്റെ ജൂലിയസ് സീസറിന്റെ ഉണ്ട്. കാർൽസ്മാൻ കുട്ടികളെ അവതരിപ്പിക്കുന്ന കാർൽസ്മാൻ കുട്ടികൾ അവതരിപ്പിക്കുന്ന ചവിട്ടുനാടകത്തിന് ഒരു ചെറിയ രൂപം നമുക്ക് കാണാം. സെറ്റിംഗ് എല്ലാം
ബ്രിട്ടോ തന്നെയാണോ കുട്ടികൾക്ക് പരിശീലിപ്പിച്ചിരിക്കുന്നത്? കുട്ടികളെ പരിശീലിപ്പിച്ചിരിക്കുന്നത് ഞാൻ തന്നെയാണ്. ഇതിപ്പോ എവിടെ അവതരിപ്പിച്ചാണ്? ഇതിപ്പോ നമ്മള് ഫോർട്ട് കൊച്ചി വെളിയിൽ അവതരിപ്പിച്ചതാണ്. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടതല്ലേ. വളരെ വളരെ ഭംഗിയായിട്ടുണ്ട്. വളരെ നല്ല ഒരുക്കവും കാര്യങ്ങളൊക്കെയാണ്. ഈ തലമുറ അത് നിലനിർത്തി കൊണ്ടുപോയാലും വളരെ നല്ലത്. അത്തരം കലാരൂപങ്ങൾ ഇവിടെ നിലനിൽക്കേണ്ട ആവശ്യകതയുണ്ട്. അപ്പൊ ബ്രിട്ടോയ്ക്ക് ഈ ഒരു ടേസ്റ്റിലേക്ക് വരാനായിട്ടുള്ള എന്തായിരുന്നു അതിന്റെ ടെൻ? ഇപ്പൊ വീട്ടില് കുടുംബപരമായ അപ്പച്ചൻ അമ്മച്ചി നമ്മുടെ സഹോദരങ്ങളൊക്കെ കൂടി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രിട്ടോയ്ക്ക് എന്താണ് ഇങ്ങനെ ഒരു പ്രത്യേകത വരാൻ? എന്റെ ഫാമിലിയിൽ, എന്റെ അമ്മയുടെ ഫാമിലിയിലും എന്റെ അപ്പന്റെ ഫാമിലിയിലും ആരും ചവിട്ടുനാടകത്തോട് യാതൊരു ബന്ധവുമില്ല. പിന്നെ എന്റെ അപ്പന്റെ സുഹൃത്തുക്കളെല്ലാവരും ചവിട്ടുനാടക കലാകാരന്മാരായിരുന്നു കൂടുതലും. അപ്പൊ അവരുടെ റിഹേഴ്സലൊക്കെ നടക്കുമ്പോൾ അപ്പനുമായിട്ട് അതൊന്ന് കാണാൻ പോവുക പതിവായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ റെബോ ഫാമിലി എന്നാണ് അറിയപ്പെടുന്നത്. റെബോ ചേട്ടൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയപ്പെടുന്ന അവരുടെ വീട് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. എല്ലാ ആഴ്ചകളിലും റിഹേഴ്സൽ ഉണ്ടാകും. അപ്പോൾ അവിടെ പോയി അത് കാണും. അങ്ങനെ ഒരു ഇതിലൂടെ എനിക്കൊരു താല്പര്യം ഉണ്ടായി. എത്ര വയസ്സൊക്കെ ആയിരിക്കും നമ്മൾ 5-6 വയസ്സുള്ള സമയത്ത് തുടങ്ങി തന്നെ ഇത് ഇങ്ങനെ സജീവമായിട്ട് കാണുന്നു. നമ്മൾ നടന്ന് പോകാൻ പറ്റുന്ന സമയത്തൊക്കെ ഇത് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അടുത്തൊക്കെ തന്നെയുണ്ട്. പിന്നെ അപ്പനുമായിട്ടും ചെറുപ്പത്തിൽ കൊണ്ടുപോയി സ്റ്റേജിലൊക്കെ കൊണ്ട് ഇരുത്തി നാടകം അങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ താല്പര്യം വരുന്നത് ചവിട്ടുനാടകത്തിലേക്ക് ഞാൻ വരുന്നതും യാദൃശ്ചികമായിട്ടാണ്. എനിക്ക് മറ്റുള്ള ഒരു സ്കൂളിൽ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റു സ്ഥലത്ത് ഒരു കലാപ്രകടനത്തിന് പോകാനൊന്നും താല്പര്യമല്ല. ഒരു സഭാകമ്പം വളരെ കൂടുതലുണ്ടായിരുന്നു. അപ്പം ഈ ചവിട്ടുനാടകം ജോസിയച്ചൻ പഠിപ്പിക്കുമ്പോൾ 15 വയസ്സ് 16 വയസ്സുള്ള കുട്ടികളെ മാത്രമാണ് നിരത്തിക്കൊണ്ടായിരുന്നത്. അതിൽ വേറെ ഒരു നാടകത്തിൽ ഒരു സ്റ്റേജ് കളിക്കാത്ത ആൾ തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു ആശാൻ. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്ന ഒരാൾ, അയാളുടെ ഫാദർ വന്നിട്ട് ബാംഗ്ലൂരിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോകണേ, നോട്ടീസ് എല്ലാം അടിച്ചതിന് ശേഷം. അപ്പോൾ ആ വേഷം ചെയ്യാൻ വേണ്ടി ഒരാളെ വേണ്ടി വന്നു. തീർച്ചയായിട്ടും എനിക്ക് ആ വേഷം ചെയ്യാൻ പറ്റൂല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഹെവി ആയിട്ടുള്ള വേഷം വരുന്നത്. അപ്പോൾ ഈ മറ്റൊരു നടൻ ആ വേഷം എടുക്കുകയും അയാൾക്ക് പകരമായിട്ട് എന്നെ കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് റിഹേഴ്സൽ നടത്തിയിട്ട് ഞാൻ ശരിയാകണുണ്ടായിരുന്നില്ല. ശരിയായിട്ട് അവസാനം പറഞ്ഞ് ഇത് തനിക്ക് വഴങ്ങാത്ത കലയാണ് ചവിട്ടുനാടകം, അതുകൊണ്ടിട്ട് ഇത് വേറൊരാളെ കണ്ടുപിടിച്ച് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ ഒഴിവാക്കിയിട്ട് 2 ദിവസം ഒരു നടന്നിട്ടും വേറെ കിട്ടണമെന്നില്ല. ഈ പറഞ്ഞ രീതിയിൽ കളിക്കാൻ വേണം. അതിന് വീണ്ടും മാനേജ്മെന്റും ആശാനും കൂടി വന്നിട്ടും പറഞ്ഞ് ഏതായാലും താൻ തന്നെ ചെയ്യും, ഏതായാലും ഇത്രത്തോളമൊക്കെ ആവുള്ളൂ, എന്തായാലും കുഴപ്പമില്ല, നമുക്കിങ്ങനെ നോട്ടീസൊക്കെ അടിച്ച് മറ്റുള്ള പിള്ളേർ ഒരുങ്ങി നിൽക്കണേന്ന്. അതുകൊണ്ടും പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നത്. ചെയ്യുന്ന വേഷം ഞാൻ ഫാവ്യൂസ് എന്ന് പറഞ്ഞ പ്രഭുവിന്റെ വേഷം അതിൽ ചെയ്തത്. ഏതായിരുന്നു വിഷയം? സെന്റ് സെബാസ്റ്റ്യൻ നാടകം. അപ്പൊ അത് കഴിഞ്ഞിറങ്ങിയപ്പോ അവിടെ വെച്ച് തന്നെ എനിക്ക് ആദ്യത്തെ അവാർഡ് കിട്ടി. അതിന്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാടകം കളിച്ചിരുന്ന സീനിയർ ടീം കളിച്ചിരുന്ന നാടകവും എന്റെ ആശാൻ കയറുന്നതിൽ കളിച്ചിരുന്ന നേരത്തെ വലിയ ആളുകൾ. അന്ന് എന്റെ ഈ ഫാവ്യൂസ് പ്രഭുവിന്റെ വേഷം ചെയ്തിരുന്നത് സിംഗ് ചവരോ എന്നും പറഞ്ഞിട്ടുണ്ട്. സിംഗ് ചവരം എന്ന് വെച്ചാൽ പുള്ളിയുടെ ഇരട്ടപ്പേരാണ്, എന്നാലും അറിയപ്പെടുള്ളൂ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. സിംഗ് ചവരം പറഞ്ഞ് ഈരവേലുള്ള ഒരു നല്ല പ്രഗത്ഭനായ ഒരു നടനായിരുന്നു. അപ്പം നാടൻ കഴിഞ്ഞിറങ്ങിയപ്പോൾ പുള്ളി എന്നെ കെട്ടിപ്പിടിച്ചിട്ടും പറഞ്ഞു, ഇനി ഈ ഫാവ്യൂസ് പ്രഭുവിന്റെ വേഷത്തിന് വേണ്ടി ഞാൻ മേക്കപ്പെടൂല എന്ന് പറഞ്ഞു. അപ്പോൾ ആശാൻ ചോദിച്ച് എന്താണ് അങ്ങനെ പറഞ്ഞു ഇന്ന് ഇവൻ ചെയ്ത പോലെ എനിക്കിനി ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ തുടങ്ങി പിന്നെ എനിക്കും ഇതിനോട് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് വന്നു. പിന്നെ ഞാൻ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ ഞാനൊരു നാടകം സ്വന്തമായിട്ട് രചിക്കുക. അപ്പോൾ അതിനുപ്പാട് ഞാൻ ചെറിയ ഇതൊക്കെ എഴുതുമായിരുന്നു. എന്നാലും ചവിട്ടുനാടകം എഴുതാനൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആദ്യമായിട്ട് ഞാനങ്ങനെ 84 എൻ്റെ ആദ്യത്തെ നാടകം ചവിട്ടുനാടകം ഇവിടെ അരങ്ങേറി സാന്റക്രൂസ് ഗ്രൗണ്ടിൽ ആദ്യമായിട്ട് എഴുതി. അത് രജിത സിംഹൻ എന്ന് പറഞ്ഞൊരു നാടകമായിരുന്നു. എൻ്റെ ആദ്യത്തെ നാടകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മറ്റുള്ള നാടകങ്ങളെല്ലാം ഒന്നെങ്കിൽ ബൈബിൾ ബേസ് ചെയ്തായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രതികാരത്തിന്റെ കഥയായിരിക്കും. ഇപ്പം നമ്മൾ പഴയ ഹിന്ദി സിനിമ പോലെ ഒന്നെങ്കിൽ മന്ത്രി വില്ലൻ അല്ലെങ്കിൽ സൈന്യദ്വീപ് വില്ലൻ രാജാവിനെ അപായപ്പെടുത്തുന്നു, രാജാവിന്റെ മക്കൾ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടണം, അവർ വളർന്നു വലുതായി തിരിച്ചു വന്ന് പ്രതികാരം ചെയ്യണം. അങ്ങനത്തെ കഥകളായിരുന്നു. അപ്പൊ ഇത് ഞാൻ സലീം നേരത്തെ പറഞ്ഞ പോലെ അമ്മയും മകനും തമ്മിലുള്ള ഒരു മാനസിക ബന്ധം തന്നെയായിരുന്നു ഈ രജിത സിംഹന്റെ കഥ. അങ്ങനെ ഒരു സാധാരണക്കാരുടെ രീതിയിലുള്ള സംഭവം. രാജകീയ വേഷങ്ങളും രാജാവും ഒക്കെ ഉണ്ട്, മന്ത്രിയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അമ്മയും മകനും തമ്മിലുള്ള ഒരു മാനസിക ബന്ധവും അതുകൊണ്ട് വേറൊരു പാറ്റേൺ, ഒരു ചവിട്ടാടത്ത് അവർ ഉപയോഗിക്കാത്ത ഒരു രീതിയിലാണ് രജിത സിംഹൻ അവതരിപ്പിച്ചത്. ഇല്ല, പുതിയ ആളുകളായിരുന്നു എല്ലാവരും. അപ്പൊ അന്നൊക്കെ വേറെ ഇതുണ്ട്, ഇതുപോലെ ഒന്നുണ്ട്. നമ്മൾ പുതിയ ആൾ വരുമ്പോൾ അയാളോട് സഹകരിക്കാൻ പഴയ ആളുകൾക്കൊക്കെ അല്ല അന്നൊക്കെ ഒരു ഇതുണ്ടാവും. കാരണം വലിയ വലിയ ആശാന്മാരും അങ്ങനെയുള്ള ആളുകൾക്ക് എന്ന് പറയുമ്പോൾ അവർക്ക് കഴിഞ്ഞ 2 കൊല്ലം അതെ 2 കൊല്ലം മുമ്പ് വന്നാണ് ഇപ്പൊ ഒരു നാടകം എഴുതി എന്നൊക്കെ പറയുമ്പോൾ ഒരു ഉൾക്കൊള്ളാൻ പറ്റൂല.
എൻ്റെ രണ്ടാമത്തെ നാടകത്തിലും അങ്ങനത്തെ ഗതികേടുണ്ടായി. രണ്ടാമത്തെ യാക്കോബും 12 പുത്രന്മാരും വരുന്ന നാടകമായിരുന്നു. അതൊരു തമിഴ് സ്ക്രിപ്റ്റ് എനിക്ക് തന്നിട്ട് മലയാളത്തിലേക്ക് ആക്കാൻ പറഞ്ഞ് ഞാൻ ആക്കിയതാണ്. അന്ന് ഞാനിങ്ങനെ മനസ്സിൽ ഒരുപാട് വലിയ വലിയ ആളുകളെയൊക്കെ കണ്ടിരുന്നു. പക്ഷേ അവരാരും സഹകരിച്ചില്ല. പിന്നെ അതിനെ തുടർന്ന് ഞാൻ 88 ജൂലിയസ് സീസർ എന്ന് പറഞ്ഞ് നാടകം എഴുതി. അതിൽ അഭിനയിച്ചത് അന്ന് കൊച്ചിയിൽ ലഭ്യമായ എല്ലാ സൂപ്പർ സ്റ്റാറുകളും ജൂലിയസ് സീസറിൽ അഭിനയിച്ചത്. അപ്പം നമ്മുടെ വളർച്ച നോക്കി കണ്ടുകൊണ്ട് നമ്മുടെ താല്പര്യം, ഞാൻ അതിനുവേണ്ടി കിടന്ന് ബുദ്ധിമുട്ടുന്ന താല്പര്യങ്ങളും ഞാൻ ആ ചെയ്യുന്നതിൻ്റെ വ്യത്യസ്തതയൊക്കെ കണ്ടിട്ട് അവരെല്ലാവരും പെട്ടെന്ന് താല്പര്യപ്പെടും. അന്ന് അതിൽ അഭിനയിച്ച ഒരൊറ്റ ആളും ഒരു സാധാരണ ആൾക്കാരായിരുന്നില്ല, എല്ലാവരും പ്രഗത്ഭരായ ആൾക്കാരായിരുന്നു. വി ആർ ലാസർ, സൻസിലാവോസ് സൗദിയിലുള്ള, പി സി റാഫേൽ എന്ന് പറയുന്ന സൗദിയിലുള്ള പ്രഗത്ഭനായ ആശാനാണ്. പിന്നെ പി സി ചാർലി, പിന്നെ അങ്ങനെയുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആളുകൾ ജൂലിയസ് സീസറിൽ അഭിനയിച്ച്. പിന്നെ അതെടുത്തുനിന്ന് സാവുകൾ എഴുതിയപ്പോഴും അതിലും എല്ലാവരും പ്രഗത്ഭരായ ആളുകളായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ഇടക്ക് കുറച്ച് കാലം വെച്ചിട്ട് ഞാനിങ്ങനെ പുതിയ ഒരു സമിതി കൊച്ചിൻ ചവിട്ട് നാടകകളരി എന്ന് പറഞ്ഞ് ആരംഭിച്ചത് ഒരു 5 വർഷമായി. അത് ആരംഭിക്കാനുള്ള കാരണം മറ്റു എല്ലാ സമിതികളും പ്രാദേശികമായ ചിന്താഗതിയോടെയാണ്. ഇപ്പോൾ ഒരു പുണ്യാളൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു സംഘടന ഉണ്ടാകുന്ന ആ പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു രീതിയാണ്. ആ രീതിയിൽ കൂടി പോയാൽ ചവിട്ടുനാടക വളർച്ച ഉണ്ടാവില്ല. മാധ്യമങ്ങളോട് ബന്ധപ്പെട്ട് വളരെ ഇതായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ വ്യക്തമായ ധാരണയോടെ നല്ലൊരു നിയമാവലിയോടെ ഒരു സമിതി ട്രൂപ്പ് വേണമെന്ന് തോന്നിയിട്ടാണ് കൊച്ചിൻ ചവിട്ടുനാടകകളരി. അത് നമ്മളിപ്പോൾ ഞാനാണ് ഇതിൻ്റെ പ്രസിഡന്റ്, സ്ഥാപക പ്രസിഡന്റാണ്. ഇതുവരെ എന്നെ മാറ്റിയിട്ടില്ല. അവർ വീണ്ടും തന്നെ ഞാൻ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ കേരള ഫോക്ലോർ അക്കാഡമിയിൽ അഫിലിയേഷൻ ഉണ്ട്. അതുവഴി കുട്ടികൾക്ക് സ്റ്റൈഫൻഡ് ഉണ്ട്, പഠിക്കുന്ന കുട്ടികൾക്ക്. പിന്നെ നമ്മുടെ അത് മാസം 200 രൂപ വെച്ചിട്ട് ഒരു കൊല്ലത്തേക്ക് 10 കുട്ടികൾക്ക് ഒരു കൊല്ലം കൊടുക്കും. ഒരു കൊല്ലം 10 കുട്ടികൾക്ക് നമ്മുടെ കയറൊക്കെ മൊത്തം ഒരു വർഷത്തേക്കുള്ള എമൗണ്ട് കിട്ടും. ഒരു മാസം 200 വെച്ചിട്ട് അത് 3 മാസം 4 മാസം കൂടുമ്പോൾ അവർക്ക് കിട്ടും. അപ്പോൾ അത് ഒരു കൊല്ലത്തേക്ക് കൊടുക്കുള്ളൂ. അടുത്ത കൊല്ലം മറ്റു 10 കുട്ടികൾക്ക് നമുക്ക് മേടിക്കാം. പിന്നെ അതുപോലെ തന്നെ പെൻഷൻ ഫോക്ലോർ അക്കാഡമി വഴി തന്നെ സർക്കാർ നമ്മുടെ കേരള സംസ്കാര വകുപ്പിൽ നിന്നുള്ള പെൻഷൻ ഫോക്ലോർ അക്കാഡമി വഴി ഇവിടെ നമ്മൾ ഒരു 9 പേർക്ക് ഇപ്പോൾ നിലവിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു 7 പേർക്ക് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ ചെറിയ മാറ്റങ്ങൾ നമുക്ക് ചവിട്ടുനാടക മേഖലയിൽ വരുത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ നേരത്തെ ഇപ്പോൾ പത്രങ്ങളിൽ പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾ ഈ ഇതിനു വേണ്ടി തന്നെ ജീവിച്ച് മരിച്ച ആളുകളാണ്. ചവിട്ടുനാടകത്തിനോടുള്ള സമയം മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞ ഭൂരിപക്ഷം സമയവും ചവിട്ടുനാടകത്തിൽ തന്നെയാണ്. കാരണം ജോലി മറ്റു കലകളോട് അങ്ങനെ അതുകൊണ്ട് വിയോജിപ്പോ അങ്ങനെ ഒന്നുമില്ല. ഞാൻ ആദ്യ കാലഘട്ടത്തിലൊക്കെ ഈ പറവൂർ ഒരു പ്രദേശമുണ്ട്, എൻ്റെ സുഹൃത്തുക്കളുണ്ട് അവിടെ. അവർക്ക് വേണ്ടി ഞാൻ അമച്ചൂർ നാടകങ്ങളൊക്കെ എഴുതുമായിരുന്നു. ഒരു 3-4 നാടകങ്ങൾ അങ്ങനെ എഴുതിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പൂർണ്ണമായ ശ്രദ്ധ ഇതിലേക്ക് തന്നെ ചവിട്ടുനാടകത്തിലേക്ക്. എഴുത്തിന് ബ്രിട്ടോയ്ക്ക് എല്ലാ സാധ്യതകളാണെന്ന് എനിക്ക് തിരിച്ചറിവുണ്ട്. കാരണം എൻ്റെ ഒരു കഥ ബ്രിട്ടോ ആവിഷ്കരിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് എന്നൊരു കഥ അച്ഛൻ്റെ സ്ക്രിപ്റ്റാണ്. അത് ബ്രിട്ടോ ആണ് അത് വർക്ക് ചെയ്തത്. വളരെ മനോഹരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ബ്രിട്ടോ. പിന്നെ നമ്മൾ ബ്രിട്ടോന്റെ ജോലി തിരക്കും കാര്യങ്ങളും കൂടെ നമുക്ക് ഇടപെടാൻ പറ്റിയില്ല. ഏതായാലും നമുക്ക് ഒരുമിച്ച് ഒരു കഥ തയ്യാറാകണം. താങ്കളുടെ എഴുത്തിന്റെ സിദ്ധി എനിക്കറിയാവുന്നതാണ്. താങ്കൾ ഈ വൈദേശിക പ്രമേയങ്ങൾ ആണല്ലോ ഇതിന് വരുന്നത്. പക്ഷെ അത്തരം പ്രമേയങ്ങൾ ഈ ജനങ്ങളിലേക്ക് ഈ അക്ഷരം പോലും അറിയപ്പെടാത്ത ഒരു ലോകത്തിന്റെ ഇടയിലേക്ക് ഇതെങ്ങനെ സന്നിവേശിപ്പിച്ചു? അത് ചവിട്ടുനാടകത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. ഈ ചവിട്ടുനാടകത്തിന്റെ സംഗീതം അത് ഈ അടുത്തിടക്കാണ് ഞാൻ അറിഞ്ഞത്. സെവൻ എഡിഷന്റെ ബുക്കിൽ നിന്ന് അറിഞ്ഞത്. ചവിട്ടുനാടകത്തിന്റെ സംഗീതം കർണാടക സംഗീതത്തിന്റെ തന്നെ താളവട്ട ക്രമം അനുസരിച്ചാണ്. ഒരു നമ്മൾ ശാസ്ത്രീയമായിട്ട് പാടുന്ന കർണാടക സംഗീതത്തിൽ നിന്ന് ഇത്തിരി മാറ്റം ഉള്ള ഒരു പ്രത്യേകതായിട്ടാണ് അത് വന്നിരിക്കുന്നതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയിട്ടില്ല, പഠിക്കണം. അപ്പം അത് ശരിക്കും സംഗീതമായിട്ട് ബന്ധമുള്ള ആളുകളായിട്ട് നമ്മൾ ശരിക്കും ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വശം മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചവിട്ടുനാടകത്തിൻ്റെ രചന നടക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ പകുതി സംവിധാനം നടക്കും. അതായത് പാട്ടുകളാണ് ചവിട്ടുനാടകത്തിൽ. അപ്പോൾ ഒരു കഥാപാത്രത്തിന് അവിടെ ഏത് ട്യൂൺ വേണമെന്ന് തീരുമാനിക്കേണ്ട നാടകം എഴുതുന്ന ആളാണ്. അപ്പോൾ ആ ട്യൂൺ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ട്യൂണിലേക്ക് ആ കഥാപാത്രം ആ ട്യൂൺ പാടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ കഥാപാത്രത്തിൽ നിന്ന് സംവിധാനം ആവശ്യപ്പെടുന്ന എല്ലാം കിട്ടിയിരിക്കും. പിന്നെ പകുതി നമ്മൾ ഏതെങ്കിലും ഒരു ഉദാഹരണത്തിനൊരു സംഭവം ഒന്ന് പറയാമോ? ഉദാഹരണത്തിന് ഇപ്പോൾ ഇത് സാവൂൺ എന്നുള്ള നാടകത്തില്ല നമ്മൾ. ഇത് വളരെ ചടുലമായ സംഭവമാണ്. ഈ പത്രോസ്ലിയാനെ ബന്ധിക്കാൻ വേണ്ടിയിട്ട് ഹെറോദസ് ചക്രവർത്തി തന്റെ ഭടനോട് പറയുന്ന ഒരു സംഭവം. അപ്പൊ ഈ ട്യൂണ് തന്നെ വരുമ്പോൾ അയാൾ ശരിക്കും ഒരു വയലന്റ് ആവും, ആ മൂഡിലേക്ക് വരും. അത് ഇങ്ങനെയാണത്. നരപതി വനധികാരമൊടിത പടപതിയോടു കതിച്ചിടുന്നു,
പൊടി പോലെ പടരും അവിടരുടെ കഥ വെറും കടങ്കഥയാക്കിടുവാൻ കടലിന്റെ മകനാവിടനെ ഉടനടി അകമ്പടിയോടണഞ്ഞു കരുതല ബന്ധനം ചെയ്തെന്റെ മുന്നിൽ മിടുക്ക നീ ചേർത്തിടുക. അപ്പൊ ഇതിങ്ങനെ അയാളിങ്ങനെ അയാളെ റേഞ്ചിൽ അങ്ങോട്ട് പാടിക്കഴിയുമ്പോ ഓട്ടോമാറ്റിക്കായിട്ട് കഥാപാത്രം ആവശ്യപ്പെടുന്ന ഒരു സംഭവം, ചടുലമായ സാധനം ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ വരികൾ അർത്ഥം അറിഞ്ഞുകൂടെങ്കിലും, ഇത് മലയാളത്തിൽ നമ്മൾ ചെയ്തതാണ്. മറ്റേത് തമിഴിൽ അർത്ഥം അറിഞ്ഞുകൂടെങ്കിലും ട്യൂൺ കേൾക്കുമ്പോൾ ജനം ആവേശം കൊടുക്കും. ഈ ട്യൂണിലാണ് ആളുകൾ മ്യൂസിക് സൈഡ് ഡ്രമും ക്ലാരനറ്റും ഒക്കെ കിടക്കല്ലേ. ബ്രിട്ടോന്റെ ചവിട്ടുനാടകത്തിന്റെ മലയാള രൂപത്തിലുള്ള പാട്ടും കാര്യങ്ങളൊക്കെ നല്ല രസകരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. ബ്രിട്ടോന്റെ വർക്ക് തന്നെയല്ലേ ജൂലിയസ് സീസർ, അത് ഷേക്സ്പിയറിയൻ കൃതിയാണ്, വില്യം ഷേക്സ്പിയർ. അപ്പൊ അതിന്റെ CDs എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ? നമുക്കൊന്ന് പ്രേക്ഷകരെ ഒന്ന് കാണിക്കാം. ശരി, നമുക്ക് അതിന്റെ CD, ജൂലിയസ് സീസറിന്റെ CD നമുക്ക് വർക്ക്. ഇത് എവിടെയാണ്? ഗോതുരത്തിലാണ് മറ്റോ നടത്തിയത്? അവസാനം ഈ അടുത്ത് നമ്മുടെ ബെനാലിയായി മുസ്ലിം ബിനാലിയായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് അവതരിപ്പിക്കുകയുണ്ടായി ഗോതുരത്തിയിൽ. അതിന്റെ ഒരു ചെറിയ രൂപം നമുക്ക് സ്റ്റേജ് വിഷൻ നമുക്ക് കാണാം. അപ്പോൾ വളരെ ഭംഗിയായിട്ടുണ്ട്. അപ്പൊ ഇത് ഈ കളിച്ചവരെല്ലാം ഈ യങ്സ്റ്റേഴ്സ് ഒക്കെ തന്നെയാണുള്ളത്. ഈഡിറ്റ് അംഗങ്ങളല്ല അവരെല്ലാം ഇത് പ്രിപ്പയർ ചെയ്ത് റിഹേഴ്സൽ. ഇപ്പൊ ഈ നാടകം സെറ്റ് ചെയ്തിരിക്കുന്നതും പഠിപ്പിച്ചിരിക്കുന്നതും ഞാൻ തന്നെ, ജൂലിയസ് സീസർ. പക്ഷേ കളിക്കുന്ന പലരും പല സ്ഥലത്തുനിന്ന്, പല ആശാന്മാരിൽ നിന്നൊക്കെ പഠിച്ചിട്ട് ഉള്ള ആളുകളുണ്ട്. കുട്ടികളെ മാത്രമാണ് ഞാൻ ആയിട്ടുള്ള രീതിയിൽ പഠിപ്പിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ വർക്കിന് വേണ്ടിയായിരുന്നോ ബ്രിട്ടോ എന്റെ ഒരു ഡബിങ് ആവശ്യപ്പെട്ടിട്ട്? അതെ, ജൂലിയസ് സീസറിന് വേണ്ടിയായിരുന്നു വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ബ്രിട്ടോ നമ്മുടെ ഈ കണ്ണമാലി, സൗദി, മുണ്ടമ്പേലി ആ ഭാഗത്തല്ലേ ഇതിന്റെ കൂടുതൽ, അല്ലാണ്ട് ഇങ്ങോട്ടുള്ള വന്നിട്ടുള്ള സ്ഥലങ്ങളിലാണോ ഇത് കൂടുതൽ? ഇതെന്താണ് ഈ കടലോര മേഖലയിൽ മാത്രം ഇതിങ്ങനെ വന്ന്? കടലോര പ്രദേശങ്ങളിലാണ് ഈ ശരിക്കും ഞാൻ പറഞ്ഞ തുറമുഖ പട്ടണങ്ങളിലാണ് ഉണ്ടായത്. പിന്നെ ഇത് നമ്മളെ ഉദയംപേരൂർ സുനകദോസിന് ശേഷമാണ് ഈ ഉൾപ്രദേശങ്ങളിലേക്ക് ചവിട്ടുനാടകം വന്നത്. എന്നാലും ആദ്യ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആ തുടക്കം ഉണ്ടായിരുന്ന വളർച്ച പിന്നീട് പെട്ടെന്ന് നശിച്ചു പോവുകയാണ്. അതായത് തമിഴ് നാടകങ്ങളുടെ, തമിഴ്നാട്ടിൽ നിന്നുള്ള സംഗീത നാടകങ്ങളുടെ വരവോടെ ചവിട്ടുനാടകത്തോടുള്ള ഈ
സംഘാടകരുടെ ഒരു വൈമുഖ്യം, ഒരു സാമ്പത്തിക പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം, അവർ പിന്മാറി. അപ്പോൾ അവസാനം തുടങ്ങിയത് വളരെ വിജ്ഞാനമുള്ള അല്ലെങ്കിൽ പണ്ഡിതന്മാരായ ചിന്നത്തമ്പി അണ്ണായി പോലുള്ള ആളുകളായിരുന്നു ചവിട്ടുനാടകത്തിൻ്റെ ശില്പികളെങ്കിലും പിന്നീട് ഈ സമ്പന്നരായ ആളുകളൊക്കെ സാമ്പത്തികം ചവിട്ടുനാടകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം അതൊക്കെ ഇല്ലാണ്ട് വന്നപ്പോൾ അത് തീരദേശത്തുള്ള സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾ മാത്രം ഏറ്റെടുക്കണം. അപ്പോൾ അവരുടെ പള്ളിപ്പെരുന്നാളുകൾക്ക് ഒരു ആചാരം, ഒരു ചടങ്ങ് പോലെ ചവിട്ടുനാടകം അവതരിപ്പിച്ചിരിക്കും. പിന്നെ അത് ആ പ്രദേശങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോണിരുന്നത്. പോണില്ല. പള്ളിത്തോടാണെങ്കിൽ പള്ളിത്തോട് തന്നെ, അല്ലെങ്കിൽ കണ്ടക്കടൽ അവിടെ കണ്ടക്കടലും പള്ളിത്തോടിലും കണ്ണമാലിലും ചെല്ലാനത്തൊക്കെ പ്രഗത്ഭരായ ചവിട്ടുനാടകക്കാർ ഇപ്പോഴും ഉണ്ട്. വെച്ചാൽ എല്ലാവരും വളരെ പ്രായാധിക്യം കൊണ്ടിട്ട് അവർക്ക് പറ്റുന്നില്ല എന്നുള്ളത്. എന്നാലും ഏറ്റവും പ്രശസ്തരായ ആളുകൾക്ക് അവിടെ ആ ഭാഗങ്ങളിലുണ്ട്. നമ്മുടെ ഫോർട്ട് കൊച്ചിയിലും ഒരുപാട് ആളുകളുണ്ട്. പിന്നെ ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞാൽ ആ പ്രദേശങ്ങളെ സംബന്ധിച്ചിട്ട് ഒരുപാട് സമിതികളുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ ഫോർട്ട് കൊച്ചി വെളിയിൽ ഒരു 2-3 സമിതികളുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഞാലിപ്പറമ്പ്, പട്ടാളം, പിന്നെ നസറത്ത്, പിന്നെ സെൻറ് ജോൺ പാട്ടം, അങ്ങനെ എല്ലാ ഓരോ ജംഗ്ഷനിൽ എന്ന് പറയുന്ന പോലെ നിരവധി സമിതികളുണ്ടായിരുന്നു. എല്ലാവരും പ്രഗത്ഭരായ ആളുകൾ തന്നെയായിരുന്നു. അപ്പോൾ ഈ പള്ളിത്തോട് തുടങ്ങി പള്ളിപ്പുറം, ഇപ്പോൾ ഈ പറഞ്ഞ നമ്മൾ ഈ ഗോതുരുത്ത് ഒക്കെ ശരിക്കും പരമ്പരാഗത തനിമയോടെ ചവിട്ടുനാടകം അവതരിപ്പിച്ചിരുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഗോതുരുത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഇപ്പോൾ നമ്മളറിയപ്പെടുന്ന പ്രശസ്തനായിട്ടുള്ള ജോർജ് കുട്ടി ആശാൻ എന്ന് പറയും. ജോർജ് കുട്ടി ആശാൻ്റെയും സെബിന റാഫിയുടെയും ടീച്ചറിൻ്റെയൊക്കെ അനുസ്മരണമായിട്ടാണ് ചുവടി ഫെസ്റ്റ് ഗോതുരുത്തിൽ നടത്തിയത്. ജോർജ് കുട്ടി ആശാൻ പാടിച്ചാടി ചവിട്ടി കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം പിന്നീട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയതെന്ന് എനിക്കറിഞ്ഞുകൂടാ. അത് അവരുടെ പ്രദേശത്തിൻ്റെ താല്പര്യങ്ങളും അവരുടെ സൗകര്യമായിരിക്കും. അത് നമ്മൾ അതിലേക്ക് കടന്നില്ലാണ്ട് കാര്യമില്ല. അവരങ്ങനെ ചെയ്യുന്ന ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷേ മാനസികമായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ട്, ഒരു ദുഃഖമുണ്ട്. കാരണം ചവിട്ടുനാടകത്തെ ലോകത്തിന് പരിചയപ്പെടുത്തി സെബിന റാഫി ടീച്ചർ ജനിച്ച സ്ഥലമാണ് ഗോതുരുത്ത്. അവിടെ നിന്ന് തന്നെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളൊരു പ്രയാസമുണ്ട്. പക്ഷേ അതിൽ നമ്മൾ തർക്കിക്കാൻ പോയിട്ട് കാര്യമില്ല. അത് ഓരോരുത്തരുടെ താല്പര്യങ്ങളും അവരുടെ രീതിയിൽ അവരങ്ങോട്ട് പോകുന്നു. അത് കാണാൻ അവർ ചെയ്യുന്നത് കാണാൻ അതിൻ്റെതായിട്ടുള്ള ഓഡിയൻസ് ഉണ്ട്. ഇവിടെ ചവിട്ടുനാടകത്തിന്റെ ഒരു ക്ലിയോപാട്ര ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അവകാശപ്പെട്ട നമ്മുടെ മോളി ചേച്ചി അക്കാദമി പുരസ്കാരം കിട്ടിയിട്ടുള്ളതാണ്. കാരണം എൻ്റെ അച്ഛന് സംഗീതനാടക അക്കാദമി പുരസ്കാരം കിട്ടിയ അതേ വർഷം തന്നെയാണ് മോളി ചേച്ചിയും സർക്കാർ അക്കാദമി ആദരിക്കുന്നത്. അപ്പോൾ ചേച്ചിയെ കുറിച്ച് എന്താണ് ബ്രിട്ടോന്റെ കാഴ്ചപ്പാടും കണ്ടെത്തലൊക്കെ? മോളിയുമായിട്ട് ഞാൻ മോളി ചേച്ചിയെ മനസ്സിലാക്കി കാണും. മോളി ചേച്ചി ഇപ്പോഴത്തെ പുതിയ സിനിമാ നടിയാണ്. ഇവിടെ തോമസ് മാസ്റ്റർ വീട് വെച്ചിരിക്കുന്ന ഈ കലാകാരിക്ക് ഒരു പുതിയ വീടെല്ലാം വെച്ചു കൊടുത്തിരിക്കുകയാണ്. അത്രയ്ക്ക് ദയനീയ ജീവിതമുള്ള മോളി ചേച്ചിയുടെ കഥയാണ് കേൾക്കാൻ പോകുന്നത്. മോളിയും ഞാനും കൂടി 3-4 നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ ജോഡിയായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ വളരെ ഈ തീവ്രതയുള്ള ഒരു ചടുലതയാണ്. കാരണം സാധാരണ സ്ത്രീ കഥാപാത്രങ്ങൾ ചെയ്യുന്ന അവരെപ്പോഴും ഒതുക്കമല്ല. അവര് ഒത്തിരി ചടുലമായ ഒരു രീതിയാണ് എനിക്ക് മോളിൽ നിന്ന് കാണാൻ പറ്റിയത്. മറ്റുള്ള നല്ല ഏറ്റവും നന്നായിട്ട് ഭംഗിയായിട്ട് പാടും. അതുകൂടാതെ തന്നെ ഈ ചിലപ്പോൾ ഇങ്ങനെ സംഭവിച്ചു അവിടെ വേറെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആൺവേഷം കെട്ടിപ്പോണ പരിപാടിയുണ്ട് പെണ്ണുങ്ങൾ തന്നെ. അതായത് ഇപ്പൊ സ്ത്രീയാണ് കാമം രക്ഷിക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം ആൺവേഷം കെട്ടിപ്പോണം. അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ശരിക്കും ആണ് തന്നെയാണെന്ന് പറയും. അതൊരു പെണ്ണാണെന്ന് തോന്നൂല. അത്രക്കും ചടുലമായ രീതിയിൽ സ്റ്റെപ്പ് ചെയ്യുന്ന ചവിട്ടുനാടക നടികളിൽ അത്രക്കും ഇതായിട്ടുള്ള ഒരാളെ എനിക്ക് പരിചയമില്ല. കാരണം നമ്മൾ കുറഞ്ഞ ഒരു 32 വർഷത്തെ പരിചയമല്ലേ എനിക്കുള്ളൂ. അപ്പൊ അതിന് പിന്നെ ശരിക്കും അതുപോലെ തന്നെ നടികൾ ഒരുപാടുണ്ട്. ഇപ്പം ഉമ്മച്ചേച്ചി എന്നൊക്കെ പറഞ്ഞ് വൈപ്പിലുള്ള ഉമ്മച്ചേച്ചി എന്നൊക്കെ പറഞ്ഞാൽ ഈ അവരെ നാടകത്തിന് കിട്ടാൻ വേണ്ടി ആളുകൾ അങ്ങനെ ഓടുന്നവർ ഇതൊക്കെ എനിക്ക് കൊച്ചിലോ അറിയാം. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിഹേഴ്സൽ കഴിഞ്ഞാൽ അടുത്ത റിഹേഴ്സൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ട് വെച്ചാൽ ആണ് ഈ ഉമ്മച്ചേച്ചി എന്ന് പറയുന്നത്. മോളിന്ന് പറയും മോളുടെ ആ ഫാമിലി മൊത്തം ചവിട്ടുനാടകത്തിൻ്റെ ഫാമിലിയാണ്. പുത്തൻതോട്ടിലാണ് താമസിക്കുന്നത്. അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ കൂടുതലും എനിക്ക് അത്രത്തോളം നടന്നില്ല. വളരെ ദയനീയമായിരുന്നു. കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കാരണം കലാകാരന്മാർ പലരും അങ്ങനെ ദയനീയതയിലാണ്. അവരെല്ലാം സഹായിക്കാൻ സർക്കാർ കണ്ണു തുറക്കണം. അതിനുവേണ്ടിയാണല്ലോ നമ്മുടെ ഈ യാത്രയൊക്കെ. അപ്പോ പുതിയ കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ബ്രിട്ടോ ഇപ്പോഴത്തെ? ഇപ്പോൾ പുതിയ കാഴ്ചപ്പാട് സ്കൂൾ കലോത്സവത്തിൽ ഇതിങ്ങനെ പോകുന്നു. അതിൽ കുറച്ച് മാറ്റം വരുത്താൻ ഇപ്പം നേരത്തെ പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് സെപ്പറേറ്റ് മത്സരം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഞാൻ ഒറ്റക്കല്ല, ഇപ്പം അച്ഛനോടും അച്ഛനും എല്ലാവരും ഗുരുത്തവരും എല്ലാവരോടും ശ്രമിച്ചിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ എല്ലാ ഭാഗത്തു നിന്നും കൂടി ഒരു പ്രഷർ കൊടുത്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ നല്ല കാര്യമായിരുന്നു. മറ്റുള്ള ഇപ്പോൾ കഥാപ്രസംഗം പറഞ്ഞ പോലെ തന്നെ
അതിനേക്കാളും ഇത്തിരി കൂടി ബുദ്ധിമുട്ട് ചവിട്ടാടത്തിൽ ചവിട്ടാടം എന്ന് പറഞ്ഞാൽ ആൺപിള്ളേർ ചെയ്യുന്നത് പോലെ തന്നെ അത്രക്കും ചടുലമായിട്ട് പെട്ടെന്ന് പെൺകുട്ടികൾ ചെയ്യാൻ പറ്റില്ല അവരുടെ ശരീരഭാഷ അനുസരിച്ചിട്ട്. അപ്പോൾ പെൺകുട്ടികൾക്ക് അങ്ങോട്ട് സെപ്പറേറ്റ് മത്സരം വരുന്നത് നല്ലതായിരിക്കും. പിന്നെ ചവിട്ടാടക വേദിയിൽ ഇപ്പം ഞാൻ എൻ്റെ ഒരു അടുത്ത ഒരു ഇത് വെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് CD ഇപ്പോൾ കമ്പൽസറി ആയിട്ട് വേണം എന്ന് പറഞ്ഞാൽ CD തന്നെ വേണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയിക്കോട്ടെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ആൾക്കാർക്ക് സൗകര്യത്തിന് വേണ്ടിയാണ്. ഇപ്പം നമ്മൾ ഈ കരോക്കെ CD ചെയ്യുന്നത് പോലെ പിള്ളേർ പ്രാക്ടീസ് ചെയ്തിട്ട് പിള്ളേർ തന്നെ പാടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം ലൈവായിട്ട്. അപ്പോൾ അവർക്കൊരു മൈക്രോഫോൺ കൊടുക്കുക, വേറെ ഇൻസ്ട്രുമെന്റ്സ് ഒന്നും സ്റ്റേജിൽ വരുന്നില്ല. നമ്മൾ കരോക്കെ CD വെച്ച് നമ്മൾ കുട്ടികൾ പാട്ട് പഠിക്കുന്നത് പോലെ ഭക്തിഗാനങ്ങളും മറ്റൊക്കെ നമ്മൾ പഠിക്കുന്നത് പോലെ നമ്മൾ നേരത്തെ ഇപ്പോൾ ഒരു കൊല്ലം നമുക്ക് കിട്ടും. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്നാണ് സ്കൂൾ ചവിട്ടാടകം കിട്ടുന്നത്, കയറി വന്ന് സമയം കിട്ടിയില്ല, എല്ലാവരും ഓട്ടത്തിലായിരുന്നു. ഇപ്പം നമുക്ക് സമയം കിട്ടി. ഇനിയിപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞാലല്ലേ മത്സരം. ഇപ്പോൾ ഇത് ജില്ല സംസ്ഥാനം കഴിഞ്ഞാൽ പിന്നെ ഒരു കൊല്ലം നമുക്ക് കിട്ടും. അപ്പോൾ അതാത് ആ പ്രദേശങ്ങളിലെ ആശാന്മാർ ചെന്ന് കുട്ടികളെ പാട്ട് പഠിപ്പിച്ച് അവരെ പഠിപ്പിച്ച് താളത്തിൽ പഠിപ്പിച്ചു വന്നിട്ട് അതിന് ഒരു ശരിക്കും നമ്മൾ ക്ലാരിനെറ്റ് അല്ലെങ്കിൽ ഓർഗണ വെച്ചിട്ട് ഓർക്കസ്ട്രേഷൻ ചെയ്തിട്ട് അത് CD ഇട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് സ്വയം പാടിപ്പിക്കുക. ഈ സ്വയം പാടുക എന്നുള്ളതിൻ്റെ പ്രത്യേകത ഇപ്പോൾ CD എന്നെ പോലെയുള്ള ആളുകൾ ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളെ ഞാൻ പാടും. ഇപ്പോൾ ഓരോ പ്രദേശത്തുള്ള ആശാന്മാർ അവരവർ തന്നെ പാടി കളിക്കണം. എല്ലാ കഥാപാത്രങ്ങൾക്കും വേണ്ടി ഒരാൾ തന്നെ പാടുന്ന അല്ലെങ്കിൽ ഇപ്പൊ തൽക്കാലം ചെയ്തിരിക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ നമുക്കത് അടുത്ത വർഷം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ നമ്മൾ ഈ പെട്ടെന്നുള്ള തിരക്കാണല്ലോ, ഒരു മാസം കൊണ്ട് എല്ലാം ഓട്ടമായിരുന്നു. അടുത്ത നമുക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ എന്നാലും ആ മാർക്ക് 20 മാർക്ക് അവർക്ക് കൊടുക്കണത് കുട്ടികൾക്ക് തന്നെ കൊടുക്കണം. പിൻപാട്ടുകാർക്ക് കിട്ടില്ലല്ലോ. അപ്പൊ മാർക്ക് കിട്ടണല്ലോ, 20 മാർക്ക് പാട്ടിനുള്ളതാണ്. അപ്പൊ ഈ കുട്ടികളെ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് പാടാൻ അവരെ പ്രാക്ടീസ് അല്ലെങ്കിൽ അവർ ഈ അതിൻ്റെ കഥാപാത്രങ്ങളുടെ തീവ്രതയൊക്കെ നഷ്ടപ്പെട്ട് വെറുതെ ഇങ്ങനെ മാർക്കറ്റിൽ നമ്മൾ 10 രൂപ കിട്ടുന്ന പോലെ അങ്ങനെ ചവിട്ടാടത്തിന് നിസ്സാരവൽക്കരിച്ച് കളയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അപ്പൊ അതിന് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ ഈ സജീവമായ യാത്രയിൽ സ്കൂളുകൾ ഒരുപാട് ഇപ്പോൾ ഇത് ചവിട്ടാടത്തിന് മത്സരം സ്കൂളുകളിൽ ഒരുക്കിയതോടുകൂടി അത്തരം ക്ലാസ്സുകൾ കിട്ടുന്നില്ലേ? കിട്ടുന്നുണ്ട്. ഇത്തരം കുട്ടികളെല്ലാം രൂപപ്പെടുത്തിക്കൊണ്ട് ആ കുട്ടികളെ നിലനിർത്തിക്കൊണ്ട് ഇപ്പൊ ഈ കൊച്ചിൻ ചവിട്ടുനാടക പഠന കളരിയിലൂടെ ഒരു പ്രോഗ്രാം 1 മണിക്കൂർ വീതമുള്ള പള്ളി തിരുനാളുകളിലോ സാംസ്കാരിക വേദികളിലൊക്കെ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം മൂവ് ചെയ്താൽ അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ചുള്ളൊരു എന്താണത്, അത് ഏത് രീതിയിലൊക്കെ ആകും? അപ്പോൾ എനിക്ക് അവിടെ ഒരു സംശയം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. കാരണം ഇത്തരം കുട്ടികളുടെ ഈ മത്സരം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ കലാരംഗത്ത് അത് കഥാപ്രസംഗമായാലും നാടകമായാലും ഇത് കഴിയുമ്പോഴേക്കും ഒരു വിട്ടുപോകും. അപ്പൊ അത് നമ്മുടെ ഈ കല നിലനിൽക്കണം. അപ്പൊ അതിനുവേണ്ടി തീവ്രമായിട്ട് ബ്രിട്ടീഷ് ശ്രമിക്കുമ്പോഴേക്കും അവരെ കൊണ്ട് ചെയ്യിക്കാൻ നമുക്ക് കഴിയുന്ന ഒരു കരാർ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത്. അത് സാധിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട സംഭവം ഞാൻ പഠിപ്പിച്ചു തുടങ്ങിയ എല്ലാ സ്കൂളുകളിലും നമ്മൾ CD വേണമെന്ന് നിർബന്ധം പറയുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയതാണ്. പഠിപ്പിച്ചു തുടങ്ങിയ എല്ലാ കുട്ടികളും സ്വയം പാടി കളിക്കാൻ പ്രാപ്തരാണ്. സ്വയം പാടി കളിക്കും അവർ. പക്ഷേ നമ്മൾ സ്റ്റേജിലേക്ക് വരുമ്പോൾ മൈക്രോഫോൺ കൊടുത്തില്ലെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു പ്രശ്നം വന്നിട്ടാണ് നമ്മൾ വീണ്ടും CD പോയത്. കാരണം നമ്മൾ പഠിപ്പിച്ചിരുന്ന ഈ കുട്ടികൾ മത്സരത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കാൻ പറ്റില്ല. മാറി നിൽക്കണം ശരിയല്ല. ശരി, നമ്മൾ അങ്ങനെ നിന്നാലും സ്കൂൾ അധികൃതർ സമ്മതിക്കൂല. കാരണം അവർ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് വന്നിട്ട് അത് CD ഉപയോഗിച്ച് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഞാൻ ചെല്ലുന്നില്ലെന്ന് പറഞ്ഞാൽ അത് പ്രശ്നമാകും. അപ്പം നമ്മൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ അതിന് വഴങ്ങേണ്ടി വന്നു. CD ഇട്ട് കളിക്കാൻ വേണ്ടി തന്നെ തീരുമാനിച്ചു. ഇപ്പോൾ CD ഇട്ട് തന്നെ കളിച്ചോട്ടെ. അപ്പോൾ ഓർക്കസ്ട്രയൊക്കെ നമുക്ക് സ്റ്റേജിൽ കൊണ്ടുപോകാതെ തന്നെ പെട്ടെന്ന് CD ഇപ്പം നമ്മൾ ഓർക്കസ്ട്ര അറേഞ്ച് ചെയ്യാനുള്ള സമയമൊന്നും പോകണില്ല. CD കൊടുത്തിട്ടാണ് വരും. പക്ഷെ അതിനിടയിൽ കുട്ടികൾ സ്വയം പാടുന്ന രീതി, കുട്ടികൾക്ക് മൈക്രോഫോൺ ഇട്ട് കൊടുക്കുക, എന്നിട്ട് കുട്ടികൾ സ്വയം പാടുക. ഇപ്പോൾ കരോക്കെ ഞങ്ങൾ അതും പരീക്ഷിച്ചാൽ. അപ്പോൾ ഇതിൽ ഡയലോഗ്സ് എന്ന് പറഞ്ഞാൽ വരില്ല എന്നുള്ളതാണ്. ഈ പാട്ടിലൂടെ മാത്രമേ കഥ പോകുള്ളൂ? ഇല്ല, അത്യാവശ്യ ഘട്ടങ്ങളിൽ ഡയലോഗ്സ് ഉണ്ട്. അതും പണ്ടും ഉണ്ട്. പണ്ടും ഇപ്പോൾ ഒരാളെ വിളിക്കാൻ മന്ത്രിയെ വിളിക്കാനൊക്കെ പഠനം വിളിച്ച് പറയുന്നത് ചിലതൊക്കെ ഡയലോഗ് സംഭാഷണം. അത് കൂടുതൽ നേരം നിൽക്കുന്നില്ല. ഈ നമ്മൾ സാധാരണ നടത്തിയപ്പോൾ കൂടുതൽ നിൽക്കുന്നില്ല. അത്യാവശ്യ ചില ഘട്ടങ്ങളിൽ കുറച്ച് വേഷങ്ങൾ പറയും. അതിപ്പോൾ നമ്മളിപ്പോൾ മലയാളം ജൂലിയസ് സീസറിലുണ്ട്, കാർലസ് മാനിലില്ല. ജൂലിയസ് സീസറിലൊക്കെ ഇപ്പം ഞാൻ ചെയ്യുന്ന നാടകങ്ങളിലൊക്കെ പല സ്ഥലത്തും കുറച്ച് ചെറിയ വേഷം ഡയലോഗൊക്കെ ഉണ്ടാവും. കാരണം ഒന്നും കൂടി നാടകീയ ഭാവം കിട്ടും. അപ്പം അതിൻ്റെ ഒരു എഫക്ട് മ്യൂസിക് വരും. അപ്പം അത് നാടകത്തിന് കാണാനും സുഖം ഉണ്ടാവും. ഇപ്പോൾ പുതിയ തലമുറയ്ക്കും ഇത്തിരി കൂടി അത് ഇഷ്ടപ്പെടുന്നതിന് വേണ്ടി ഫുൾ ടൈം പാട്ട് തന്നെ ആകുമ്പോൾ അത് ഒരു ഇടയ്ക്ക് ചെറിയൊരു ചേഞ്ചിന് വേണ്ടി ചെറിയ സ്ഥലത്തൊക്കെ പ്രധാനപ്പെട്ട സ്ഥലത്തൊക്കെ. ഇപ്പോൾ എത്ര ജില്ലയിൽ പഠിപ്പിക്കാൻ അവസരം കിട്ടി? എനിക്ക് ഈ വർഷം 4 ജില്ലയിൽ കിട്ടി. 4 ജില്ലയിലാണ് ഞാൻ പോയത്. എനിക്ക് ഒരു 8ഓളം ജില്ല നമ്മളെ വിളിച്ചായിരുന്നു. പിന്നെ നമുക്ക് ഈ ഒരു മാസം കൊണ്ട് അങ്ങനെ പോകാനുള്ള സമയം നമ്മൾ ഈ എൻ്റെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ പോയി പഠിപ്പിക്കുക എന്നല്ല, പഠിപ്പിച്ച് അവരെ ജയിപ്പിക്കുക എന്നുള്ള ഒരു താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ നമുക്കത് എല്ലാം കൂടി എടുത്തു കഴിഞ്ഞാൽ സാധിക്കില്ല. എന്നിട്ട് 4 ജില്ല നമ്മളെടുത്ത് 4 ജില്ലയിൽ
നമ്മൾ ഒരു ജില്ല മാത്രം നമ്മൾ ജില്ലാ മത്സരത്തിൽ 2ാം സ്ഥാനത്ത് പോയി. അത് പെൺകുട്ടികളായിരുന്നു. എറണാകുളം ജില്ലയുടെ വിജയിയാണ്. എറണാകുളം ജില്ലയിൽ കാർലസ്മാൻ തോപ്പുംപടി സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ശ്രീ ബ്രിട്ടോ വിൻസെന്റ് പഠിപ്പിച്ച കുട്ടികൾക്കാണ്. കാർലസ്മാൻ കിട്ടി. നമ്മുടെ അപ്പൊ അടിമാലിയിൽ പെൺകുട്ടികളായിരുന്നു. അപ്പൊ അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞത്. വിധികർത്താക്കളുടെ കാര്യങ്ങളൊന്ന് ചോദിച്ചോട്ടെ. ഇത്തരം ചവിട്ടുനാടകങ്ങൾ പഠിപ്പിക്കുന്ന പ്രാവീണ്യമുള്ളവരാണ്. വിധികർത്താക്കളായിട്ട് വന്നിരിക്കുന്നവരെ അവരുടെ ഒരു നിലവാരമൊക്കെ എന്താണ്? ബ്രിട്ടോ നോക്കി എങ്ങനെ കണ്ടു? വിധികർത്താക്കളായിട്ട് ഇപ്പൊ ഞാൻ എറണാകുളം ജില്ലയിൽ കണ്ട ആളുകൾ ഇതുമായിട്ട് ബന്ധമുള്ള ആളുകൾ തന്നെയായിരുന്നു ചവിട്ടുനാടകത്തിൽ. പക്ഷേ ഇപ്പൊ ഈ കിഴക്കൻ ജില്ലകളിൽ ഈ ഒരു 3 വർഷം മുമ്പ് തന്നെ ചവിട്ടുനാടകം മത്സരവുമായിട്ട് വന്നു. സ്കൂൾ കലോത്സവത്തിലല്ല, KCSL-ന്റെ മത്സരം, കേരള കാത്തോലിക് സ്റ്റുഡൻസ് ലീഗ്, പിന്നെ KCYM, ഇങ്ങനെയുള്ള ക്രിസ്ത്യൻ സംഘടനകൾ ചവിട്ടുനാടക മത്സരം നടത്തുന്നുണ്ടായിരുന്നു. അത് നമ്മൾ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ഈ ഭാഗത്ത് നിന്ന് ഫോർട്ട് കൊച്ചി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചവിട്ടുനാടക മേഖലയിൽ നിന്ന് ആരും ആ മത്സരത്തിൽ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ കിഴക്കൻ മേഖലയിൽ പങ്കെടുത്തപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് അവിടെ ഇന്റർനെറ്റ് വഴി ഈ വന്നിരിക്കുന്ന ചവിട്ടുനാടകം നെറ്റിലുള്ളത് ഗോതുരുത്ത് സൈഡിലുള്ള അവരുടെ നാടകം നെറ്റിലുണ്ട്. അപ്പം ആ നാടകം അവർ ഈ CD ആ പാടി കളിക്കുന്ന സ്വയം പാടുന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. ഇപ്പം സ്കൂളിൽ ചെയ്യുന്ന പോലെ തന്നെ അതൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ആ സ്കൂൾ അധികൃതർ തന്നെ ഇവരെ പിള്ളേരെ പഠിപ്പിച്ചിട്ട് ആധികാരികമായി ഒരു സ്റ്റെപ്പും അറിയാതെ അവർ കളിക്കുകയാണ്. അങ്ങനെ അവർ കളിച്ചിട്ട് ഒരു 3 വർഷമായിട്ടൊക്കെ കളിച്ചുകൊണ്ടിരിക്കണം. അതാരും പറഞ്ഞിട്ടില്ല, നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. പ്രധാനപ്പെട്ട ആധികാരികമായിട്ട് ഒന്നും അറിയാമ്പോഴാണ് ചെയ്യുന്നത്. പക്ഷെ അപ്പോൾ അവിടെയുള്ള ആളുകളെ ധാരണ ശരിക്കും അതാണ് ചവിട്ടുനാടകം. സ്റ്റെപ്പുകളൊക്കെ അതൊക്കെ തന്നെ ചവിട്ടുനാടകം എന്നുള്ളതാണ്. സ്റ്റെപ്പിന്റെ എന്താണ് അതിന്റെ പ്രത്യേകത എന്തെങ്കിലും പറയാൻ പറ്റുമോ നമുക്ക്? സ്റ്റെപ്പുകൾ എന്ന് വെച്ചാൽ പറഞ്ഞുകൊണ്ട് എന്താ അതിന്റെ സാധ്യത ഒന്ന് പ്രേക്ഷകർക്ക് കൊടുക്കാം. ചുവടുകളൊക്കെ പറയലൊക്കെ ഇല്ലേ? ചുവടുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 14 ചുവടുകളാണ് അടിസ്ഥാനപരമായിട്ട് ചവിട്ടെടുത്തിട്ടുള്ളത്. പക്ഷെ അതിൽ 14 അങ്ങനെ ഇപ്പൊ ഈ കാലഘട്ടത്തിൽ നിന്നും ഉപയോഗിച്ച് കണ്ടിട്ടില്ല. ഏകദേശം ഒരു 10, 11, 12 വരെയൊക്കെ ചില കവിത്വങ്ങളിൽ, അത് കവിത്വത്തിന്റെ സമയത്ത് മാത്രം ഈ 12ഉം 11ഉം 12ഒക്കെ ഉപയോഗിക്കുന്നത്. കവിത്വം വെച്ചിട്ടുണ്ടെങ്കിൽ ചൊൽക്കെട്ടാണത്. അത് ഒന്നിലധികം മുറകൾ, ഒന്നിലധികം മുറകൾ ഇണക്കി ചവിട്ടും. അപ്പൊ അത് സാധാരണഗതിയിൽ അങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ പറ്റും. ഒരു കഥാപാത്രത്തിൽ ഒറ്റക്ക് വരുമ്പോൾ അയാൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കവിത്വ മുറകൾ മാറണത് ഗ്രൂപ്പാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. എല്ലാവരും ഒരുമിച്ച് മുറ മാറിയില്ലെങ്കിൽ കവിത്വം പൊട്ടിപ്പോകും. അപ്പൊ സാധാരണ വരവുമായിട്ട് കഥാപാത്രം രംഗത്തേക്ക് വരുമ്പോൾ വരവുമായിട്ടിന് മുൻപായിട്ടാണ് കവിത്വം ചൊല്ലുന്നത്. അപ്പൊ കവിത്വത്തിൽ അയാളുടെ പ്രാവീണ്യം, അയാൾക്ക് ഏതൊക്കെ മുറകൾ അറിയാം അതൊക്കെ അയാൾ ചേർത്ത് ചവിട്ടും ചൊല്ലുന്നതിനനുസരിച്ച്. പിന്നെ കവിത്വം പഠിപ്പിക്കുന്ന ആശാന്റെ ഒരു നിർദ്ദേശം ഉണ്ടാവും ഇന്ന മുറകളൊക്കെ എടുക്കണമെന്ന്. എന്നാലും അയാൾക്ക് കഴിവുള്ളതനുസരിച്ച് പല മുറകളൊക്കെ ചേർത്ത് ചവിട്ടാൻ പറ്റും. അപ്പൊ അതാണ് കവിത്വത്തിന്. ഇപ്പൊ നമ്മൾ ഈ കാർലസ്മാൻ പിള്ളേരെ പഠിപ്പിച്ചപ്പോൾ 12 പേരെ നിർത്തിക്കൊണ്ട് 12 പേരെ കൊണ്ടും കവിത്വം ചൊല്ലിപ്പിച്ചു. അത് അവർ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന മുറകൾ മാത്രം ചേർത്ത് ചവിട്ടിച്ചാണ്. കാരണം അല്ലെങ്കിൽ തെറ്റിപ്പോവും. അവർക്ക് ഇഷ്ടമുള്ള മുറ ചവിട്ടാൻ പോയി കഴിഞ്ഞാൽ എല്ലാവരും പലതായി പോകും. അപ്പൊ അങ്ങനെ കവിത്വം എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവം ഉണ്ട്. അത് മുറകളിൽ കൂട്ടിച്ചവിടുന്നത്. അപ്പൊ ഈ 12, 11, 12 എന്നുള്ള ചൂടുകളൊക്കെ ആ കവിത്വത്തിൽ മാത്രമേ അങ്ങനെ ഉപയോഗിക്കുന്നുള്ളൂ. കോമൺ ആയിട്ട് ഇപ്പൊ നമ്മൾ സാധാരണ 1, 2, 3, 4, 5, 6, 7, 8, 9 വരെയൊക്കെ സാധാരണ നാടകങ്ങളിൽ ഉണ്ടാവും കൂടുതലായിട്ട്. പിന്നെ 10 അത്യാവശ്യം ഈ ചില കലാശങ്ങളൊക്കെ കിട്ടും. ഒരു കഥാപാത്രത്തിന്റെ രംഗപ്രവേശനത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഒരു കഥാപാത്രം പുതുതായിട്ട് വരുമ്പോൾ ചില കഥാപാത്രങ്ങളുടെ ശരിക്കുള്ള രീതി സ്വയം പുകഴ്ത്തലാണ്. ഇപ്പൊ ഞാൻ ആരാണ്, ഞാൻ ഏതെങ്കിലും കേൾക്കട്ടെ. അത് ഇത് കാർലസ്മാൻ ചക്രവർത്തിയുടെ തന്നെ ഒരു സാധനമുണ്ട്. അത് കാർലസ്മാൻ ചക്രവർത്തിയുടെ വരവ്. അതിൽ ഈ കാർലസ്മാൻ ചക്രവർത്തി ആദ്യത്തെ വരവിൽ അദ്ദേഹം ഈ ദൈവസ്തുതിയാണ്, ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെ അയാൾ ആരാണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സംഭവം വരും. അപ്പൊ അതിൽ റുളുദോം വരുന്നുണ്ട്. റുളുദോം വരുന്നത് ഞാൻ റുളുദോം വരുന്നതിന്റെ പറയാം. മറ്റേത് ഇത്തിരി ഇവിടെയാണ്. അത് ഇത്തിരി ഒരു കഥാപാത്രമാണ്. റുളുദോം എന്ന് പറഞ്ഞാൽ കാർലസ്മാൻ ചക്രവർത്തിയുടെ 12 യോദ്ധാക്കളിൽ പ്രധാനിയാണ്. പിന്നെ ചക്രവർത്തിയുടെ പെങ്ങളുടെ മകനാണ്, മരുമകനാണ്. ആള് ഭയങ്കര ക്ഷിപ്രകോപിയാണ്, പെട്ടെന്ന് എടുത്തിയാടും, എന്നാൽ എല്ലാത്തിലും ഇതാണ്. അങ്ങനത്തെ ഒരു ഹീറോയാണ് ശരിക്കും കാർലസ്മാൻ ചരിത്രത്തിലെ ഹീറോ പോർഷൻ. ഈ ഹീറോ എന്ന് പറഞ്ഞ റുളുദോനാണ്. പണ്ട് റുളുദോന്റെ വേഷം കിട്ടാൻ വേണ്ടി ആളുകൾ
ഈ ഇങ്ങനെ ആശാന്മാരെ സ്വാധീനിക്കാൻ പോയേക്കണതും അങ്ങനെയൊക്കെ പല കഥകളുണ്ട് റോൾദോനെ കിട്ടാൻ വേണ്ടി. റോൾദോൻ ആവണം നമ്മുടെ ഈ കുട്ടിസ്രാങ്കിലും അതിന്റെ സംഭവം ഉണ്ട്, സിനിമയിലുണ്ട്. റോൾദോന്റെ വേഷം കൊടുക്കാഞ്ഞിട്ട് വൈരാഗ്യം ഉണ്ടാകുന്ന സംഭവമൊക്കെ കാണിക്കുന്നുണ്ട്. അത് ശരിക്കും കുട്ടിസ്രാങ്കിലേക്കാ ചവിട്ടാടത്തിന്റെ ആയിട്ടുള്ള ഒരു സംഭവമൊന്നും ഇല്ല, സിനിമക്ക് വേണ്ടിയിട്ട് ഒപ്പിച്ചുകൊണ്ട് പോയേക്കുന്ന ഒരു സംഭവം മാത്രമേ ഉള്ളൂ. ഡ്രസ് പകിട്ടും ഏകദേശം ചില സംഭവങ്ങളൊക്കെ മാത്രം, ചില ടൂണുകൾ മാത്രം വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞാൽ സിനിമയാണ്, സിനിമക്ക് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിലും റോൾദോന്റെ കാര്യം പറയുന്നുണ്ടെന്ന് പറയാം, റോൾദോന്റെ വേഷം കിട്ടാൻ വേണ്ടി കടന്നു ശ്രമിക്കുന്നത്. അപ്പൊ അതുപോലെ റോൾദോൻ അത്ര പ്രധാനപ്പെട്ടാണ്. അപ്പൊ റോൾദോൻ കാർൽസ്മാൻ നടന്നിട്ട് റോൾദോൻ ആകാന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രഗത്ഭനായ ഒരാളാണ്, അല്ലെങ്കിൽ അത്ര കളരിയിലും അയാൾക്ക് അത്ര ഒരു റെസ്പെക്റ്റ് ഒക്കെ കിട്ടുമായിരുന്നു പണ്ട്. അപ്പൊ അത് പറയാം, ഈ തൊണ്ടയൊക്കെ നമ്മുടെ കേൾക്കട്ടെ. ഖ്യാതിയേറും ഫ്രാൻസിൻ അതിജഗ കാർമാൻ രാജൻ ബഹ് മതിയോടെ വളർത്തിടും മരുമകൻ റോൾദോൻ സോദരി വേടുത്താതൻ സൂതനൊരുവൻ ഞാൻ മോദമായി പോറ്റിടും പാവന ശീലൻ നീതി പാലകനം രാജനൻ മാമൻ ഉത്തരവിട്ടതറിഞ്ഞിടാൻ എത്തിടും ഉത്തമനാം നൃപസന്നിധിയിൽ ഞാൻ. ഞാൻ എന്റെ അമ്മാവനെ വിളിപ്പിച്ചു, അമ്മാവന്റെ അടുത്തേക്ക് പോകുന്നു, അമ്മാവൻ ഇങ്ങനെയാണ്. അത് തന്നെ സംഭവം, അതാണ് ഈ പരപാട് അങ്ങനെ. അപ്പൊ രംഗത്ത് വരുമ്പോഴത്തേക്ക് ഇതുകൂടി ഇത്തിരി ഇതായിട്ടൊക്കെ കാലും പൊക്കിയിട്ട് ചവിട്ടിയൊക്കെ വരുമ്പോഴത്തേക്കും ഇത്തിരി കൂടി ഈ ടോപ്പ് ഈ വോയിസ് തന്നെ മാറും, പിച്ച് തന്നെ മാറും, പിച്ചൊക്കെ ഹൈ പിച്ചിലേക്ക് വരും. ഈ മലയാളത്തിലേക്ക് ഇതിങ്ങനെ ട്രാൻസ്ലേഷൻ ചെയ്യാനായിട്ടുള്ള വികാരം അത് ആരില് വന്നതാണത്? അത് ജോൺ മാഷ് മലയാളത്തിലേക്ക് മലയാളത്തിൽ കൊണ്ടുവന്ന ജോൺ മാഷ്. അതിനുശേഷം മലയാളത്തിൽ പലരും നാടകം എഴുതിയിട്ടുണ്ട്. അതിലെഴുതിയത് ഞാൻ എന്റെ അറിവിൽ ഇസിഡോർ ഓകപ്പാടത്ത് എന്ന് പറയും, ഇസിഡോർ ഓകപ്പാടത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു ഉണ്ണി ആശാൻ ഉണ്ടായിരുന്നു, പുള്ളി മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ മാലാഗവസ്ത്യൻ എന്ന് പറഞ്ഞ പുള്ളി മലയാളത്തിൽ നാടകം എഴുതിയിട്ടുണ്ട്. ഈ സൗദിയിലെ PC റാഫേൽ എന്ന് പറഞ്ഞ ആശാനും നാടകം എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് ആളുകൾ നാടകം എഴുതിയായിരുന്നു. ജോൺ നസ്രത്ത്, പിന്നെ സിഡോറുകപ്പടത്തും ജോൺ മാസ്റ്ററുമാണ് ഈ നാടകരചനയിൽ ഏറ്റവും. ഇപ്പൊ അതിൽ ജോൺ മാഷിന്റെ ഒരു ശൈലി ഒരു പ്രത്യേക ശൈലിയാണ്. എന്റെ എഴുത്തിനെ ശരിക്കും സ്വാധീനിച്ചിട്ടുള്ളത് ജോൺ മാഷിന്റെ ശൈലിയാണ്. എനിക്ക് ഏകദേശം ജോൺ മാഷിന്റെ ശൈലി തന്നെ ചെയ്യാൻ പറ്റും. അത് പല സ്ഥലത്തും അങ്ങനെ ഒരിതുണ്ട്. കാരണം ഒരു ജോൺ മാഷിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ സാഹിത്യം അല്ല, ഭയങ്കര അർത്ഥഗംഭീര്യമായിരിക്കും. ഒരു കഥ പറഞ്ഞ ഒരാളുടെ മനസ്സിലേക്ക് കടന്നു ചെല്ലുന്ന രീതിയിലുള്ള നല്ല വരികളായിരിക്കുള്ളൂ, ഉള്ളിൽ തട്ടുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള ഒരു പ്രത്യേക അത് ഞാനപ്പോൾ പലരോടും പറഞ്ഞിട്ടുണ്ട്, ചില സ്ഥലത്തൊക്കെ ഞാൻ പറയുന്നുണ്ട്, ഈ ജോൺ മാഷിനെ പോലത്തെ ഒരാൾ ഒരു സിനിമ ഫീൽഡിൽ എന്തിലായിരുന്നെങ്കിൽ വളരെയേറെ പ്രശസ്തനായി പോകേണ്ട ഒരാളാണ്. ചവിട്ടാടത്തിലേക്ക് ഒതുങ്ങി നിന്നുകൊണ്ട് അദ്ദേഹം കൂടുതൽ ഇപ്പൊ ക്രിസ്തീയ അംഗങ്ങളിലാണ് കൂടുതൽ അല്ലേ, മറ്റ് അതിനും ആയിട്ടുള്ളതാണ്. ഇപ്പൊ ഗോകുലത്തിൽ തന്നെ അനിരുദ്ധൻ പറഞ്ഞ ഒരു പുള്ളിയാണ്. മറ്റു മതസ്ഥർക്ക് ഇങ്ങനെ വരാനായിട്ടുള്ള താല്പര്യം കണ്ടെത്താൻ അനിരുദ്ധൻ തന്നെ അവിടുത്തെ ജോർജ് ഉറ്റാശാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അനിരുദ്ധൻ ഇപ്പോൾ സജീവമാണ്. നമ്മുടെ ഫോട്ടോജിൽ പ്രഭാകരനാശാൻ സ്വന്തമായിട്ട് പുള്ളി തമിഴിലെ നാടകം എഴുതുള്ളൂ. തമിഴിന്റെ ഒരു ബന്ധം ഉണ്ടായിരുന്നു. തമിഴ് നാടകം എഴുതി പഠിപ്പിക്കുകയും അഭിനയിക്കുകയൊക്കെ ചെയ്യുന്ന പ്രഗത്ഭനായിട്ടുള്ള ആളായിരുന്നു. പിന്നെ അവിടെ ഈ കണ്ടക്കടവിൽ ഒരു ആശാനുണ്ട്. പിന്നെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം ആശാന്റെ, ഞാൻ കാണപ്പെടുക എനിക്ക് പേര് പെട്ടെന്ന് കിട്ടുന്നില്ല. അങ്ങനെ പിന്നെ സഹദേവൻ ഇപ്പോഴും ഉണ്ട് കണ്ടക്കടവിൽ. എല്ലാവരും അതിന്റെ അടുത്ത് സജീവമാണ്. ഇപ്പൊ ഒരു മതത്തിന്റെ കഥ എന്ന് അങ്ങനെ പൊതുവെ പറയുമ്പോ ഒരു ക്രിസ്ത്യൻ കല ക്രിസ്തുമത പ്രചരണം. ഞാൻ പറയുന്നത് അത്തരം പള്ളി തിരുനാളുകളിൽ മതി ഇത് അല്ലേ, നമ്മുടെ ഈ കൊച്ചിയിലുള്ള തിരുനാളുകളിൽ ഇത് നിലനിന്ന് പോകും. നമ്മുടെ കൊച്ചിയിൽ ഇതിപ്പോ ഇത് ഒരു ശില്പശാല നടത്തി അല്ലെങ്കിൽ ഒരു വർഷത്തിൽ 2-3 പ്രോഗ്രാം നടത്തി പോകുന്ന രീതിയിലേക്കല്ലേ ബിനാലേക്ക് വരിക, ഇതിനുശേഷം പിന്നെ അടുത്ത ബിനാലെ കാത്തിരിക്കുക, ആ രീതിയിലേക്ക്. അതല്ല ഇത് നേരെ പള്ളികളിൽ ഇത്തരം വിഷയങ്ങൾ തന്നെയല്ല. നമുക്ക് അത്രയും ചരിത്രപരമായിട്ട് കാര്യങ്ങളില്ല. അതില് വ്യത്യസ്തതയുണ്ട്. ബ്രിട്ടോയുടെ ഒരു വർക്കിൽ ഒരു അമ്മയും
മകന്റെയും ഒരു കഥ പറഞ്ഞു. രജിത് അത് മറ്റൊരു കൾച്ചറിലുള്ള കഥയല്ലേ? അപ്പൊ അത്തരം പ്രമേയങ്ങൾ കണ്ടെത്തിക്കൂടെ? അത്തരം പ്രമേയങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് രസമായിരിക്കും. നമ്മൾ കലോത്സവത്തിൽ വരുമ്പോൾ ഇപ്പൊ നമ്മൾ പഴയ നാടകം ഇപ്പൊ കാർലസ്മൻ നാടകം തന്നെ എല്ലാ കൊല്ലം അവതരിപ്പിക്കാൻ പറ്റില്ല. ഇപ്പൊ ഒരു സ്കൂളിൽ ഇപ്പൊ എത്ര എനിക്ക് തോന്നുന്നത് ഏകദേശം ഈ വരുന്ന ഒരു 10-15 സ്കൂൾ വരുമെങ്കിൽ അതിൻ്റെ അകത്ത് 10 സ്കൂളും കാർലസ്മൻ നാടകം അവതരിപ്പിക്കണം. കാരണം വേറെ കഥകൾ ഇവരെ കൊണ്ടുപോകുന്നില്ല. ഇപ്പൊ ഞാൻ 4 സ്കൂളുകളിൽ കൂടി പോയത് 3 നാടകം കൊണ്ടാണ്. അപ്പൊ ഞാൻ ജൂലിയസ് സീസർ ചെയ്യുന്നുണ്ട്, സാവൂൾ ചെയ്യുന്നുണ്ട്, കാർലസ്മൻ ചെയ്യുന്നുണ്ട്. കാർലസ്മൻ ഞാൻ എടുത്ത കാര്യത്തിന് കാർലസ്മൻ നമ്മുടെ ഉണ്ട്. നമുക്ക് എത്ര സമയം മത്സരത്തിന്? 20 മിനിറ്റ്. 20 മിനിറ്റിലേക്ക് ഇത് റെഡ്യൂസ് ചെയ്യണം. അപ്പൊ അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് നല്ല ഷേക്സ്പിയറിന്റെ നാടകങ്ങൾ തന്നെ എടുക്കാം. മാക്ബത്ത് എടുക്കാം, ഒഥല്ലോ എടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഭാരതീയമായ ഈ വെലിച്ചന്ത് കളവ, കുഞ്ഞാലിമരയ്ക്കർ, ഇങ്ങനെയുള്ള നാട് ഇപ്പൊ ഈ വർഷം നമ്മൾ ചെയ്യുന്നത്. അതെല്ലാം മലയാളീകരിച്ച് 10 തമിഴല്ല വരുന്നത്, മലയാളം മത്സരത്തിൽ വരുന്നത്. മത്സരത്തിൽ മലയാളവും തമിഴും തന്നെ വേർതിരിവില്ല. ഇപ്പൊ തമിഴ് നാടകങ്ങളൊക്കെ ഉള്ള ആളുകൾ തമിഴ് നാടകം തന്നെയാണ് അവതരിപ്പിച്ചത്. മലയാളം നാടകം ഉള്ളവർ മലയാളം നാടകം. ഇപ്പൊ ഞാൻ മലയാളം അവതരിപ്പിച്ചത്. എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മുടെ ആലപ്പുഴ അച്ഛന്റെ നാടകവും മർത്തമ സന്ദേശം അതും മലയാളമാണെന്ന് തോന്നുന്നു. മലയാളമാണ്. അപ്പൊ തമിഴ് നേരത്തെ ഉണ്ടായിരുന്നത് തമിഴ് തന്നെയാണ് ചെയ്യണം. മലയാളം തമിഴ് അങ്ങനെ ഭാഷ ഒന്നും ഇതിനകത്ത് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇനി ചെയ്യുമ്പോൾ ഈ അടുത്ത വർഷം നമ്മൾ അതിനൊക്കെ ഒരു നിയന്ത്രണം വരില്ലേ ഭാഷാപരമായിട്ട്? കാരണം ഈ വിധികർത്താക്കളുടെ ഒരു ടാലന്റ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് ചുവടുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചുവടുകൾക്കും ഇതിന്റെ വസ്ത്രധാരണത്തിനും ആണ് മെയിൻ മാർക്ക് വരുന്നത്. അപ്പൊ ചുവടുകൾക്ക് 30 മാർക്കുണ്ട്. പിന്നെ 20 മാർക്ക് വേഷവിധാനങ്ങൾ, 50 മാർക്കായി. പിന്നെ 20 മാർക്ക് പാട്ടിനും മേളത്തിനും കൂടിയാണ്. പിന്നെ 15 മാർക്ക് അവതരണത്തിനും 15 മാർക്ക് അഭിനയത്തിനും. അപ്പൊ അഭിനയത്തിനൊക്കെ വളരെ കുറഞ്ഞ മാർക്കാണ്. അതിനെങ്കിൽ അത്രത്തോളം പ്രാധാന്യം ഉള്ളു. കാരണം ഈ പാടുന്ന അനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് നടനിൽ വരുന്ന അഭിനയം, അതാണ് ഇതിൻ്റെ അഭിനയം. അത് വരും പാടുമ്പോൾ വരുമ്പോൾ ഒരു സാധനം അതാണ് ഉള്ളത് ഇതിൻ്റെ അകത്ത്. അപ്പൊ പാട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിന് ഭാഷ ഒരു പ്രശ്നം തന്നെയാണ്. കാരണം ഭാഷ പാടുന്ന നടനെ ഭാഷ അർത്ഥം അറിയാൻ പാടില്ലെങ്കിൽ പ്രശ്നം വരും. പിന്നെ ടൂണിന്റെ ഈ പറഞ്ഞ ഈ മാനുവൽ പരിഷ്കരണത്തിലൊക്കെ അതൊക്കെ ഇപ്പൊ അങ്ങനെ പെട്ടെന്ന് ഇപ്പൊ തന്നെ തമിഴ് മാറ്റാലും മലയാളം മാറ്റം എന്ന് പറഞ്ഞാൽ മലയാളം മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മള് സമ്മതിക്കൂല. കാരണം നമുക്ക് തമിഴ് നമ്മുടെ കേരളത്തിന്റെ അതിപ്പോ മാറി വരും. ചില ആളുകൾ ഇപ്പൊ പഴമ തന്നെ വേണമെന്ന് പറയുന്ന ആളുകളുണ്ട്. ഇപ്പൊ ചില ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ കുറെ ആളുകളൊക്കെ നമ്മളെ കാണാം, പഠിക്കുന്ന വിദ്യാർത്ഥികൾ വരുമ്പോൾ അവർ പറഞ്ഞത് പഴയ രീതിയിൽ തന്നെ തമിഴ് ഭാഷ തന്നെ കളിക്കണം കാണണം. പിന്നെ കട്ടേക്കാരനെ പോലത്തെ ഇത് പഴയ ബഫൂൺ വേഷമൊക്കെ ഉണ്ട്, കഥ പറഞ്ഞു കൊടുക്കാൻ, ഈ കോമാളി വേഷമൊക്കെ ഇട്ട് അങ്ങനത്തെ ഒരു ബഫൂൺ അതൊക്കെ വേണം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പം നമ്മൾ 2 മണിക്കൂർ ചെയ്യുന്നത് തന്നെ ഓഡിയൻസിന് കിട്ടുന്നില്ല സാധാരണഗതിയിൽ. ഇപ്പം അത് ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഒരു ഫുൾ നൈറ്റൊക്കെ എടുക്കണം. അത്ര ഒന്നും കിട്ടില്ല. ഇപ്പോഴും നാടകത്തിന് ഓഡിയൻസിന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ തെക്കോട്ട് മാറി സൗദി ഭാഗത്തോട്ട് കയറി അങ്ങോട്ട് പോയാലേ ഒരു നൈറ്റ് മുഴുവൻ ഇരുന്ന ആളുകൾ കാണുള്ളൂ. ഏതായാലും ബ്രിട്ടോ ഇതിനു വേണ്ടിയുള്ള ഒരു സേവനം വളരെ ശ്രേയസ്കരമാണ് ബ്രിട്ടോന്റെ പ്രവർത്തനങ്ങൾ. അപ്പോൾ ചവിട്ട് നാടകം നമ്മുടെ കൊച്ചിയുടെ ഒരു വലിയ നമ്മുടെ സ്വത്തുമായി, നമ്മുടെ ഒരു വലിയ കലയായി ഇത് മാറണം എന്നുള്ള ആഗ്രഹക്കാരാണ് ഞാനും, മാത്രമല്ല പ്രേക്ഷകരും. ബ്രിട്ടോന്റെ കുടുംബ വിശേഷങ്ങളൊക്കെ കൂടി അറിയിക്കണം. കുറച്ച് സമയമുള്ള നമുക്കിനി അതേക്കുള്ളിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ, കുടുംബപരമായ അച്ഛനമ്മ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കുടുംബം ഒക്കെ ഒന്ന് അവതരിപ്പിക്കും. എൻ്റെ അപ്പൻ്റെ പേര് വിൻസെന്റ് എന്നാണ്. പുള്ളി എനിക്ക് 7 വയസ്സുള്ളപ്പോൾ മരിച്ചുപോയതാണ്. അമ്മ ട്രീസ എൻ്റെ കൂടെ തന്നെയുണ്ട്. പിന്നെ എൻ്റെ ഭാര്യ ജാക്ലിൻ ആണ് പേര്. പുതുവൈപ്പിലാണ് അവരുടെ വീട്. അവിടെ നിന്ന് ഞാൻ വിവാഹം കഴിച്ചത്. പിന്നെ എൻ്റെ മകൻ മൂത്താള് ആണ് ഒക്ടേവിയസ്, വിളിക്കുന്നത് ഷാൽവിൻ എന്നാണ്, ഒക്ടേവിയസ് എന്നാണ് എൻ്റെ പേര്. ഒക്ടേവിയസ്, അവൻ ബികോമിന് ഫൈനൽ ഇയർ. പിന്നെ മകള് ഒക്ടേവിയ, ചവിട്ടുനാട ശരിക്ക് സ്വാധീനിച്ചിട്ടുണ്ട്. BSc പഠിക്കുന്നു, ആൽബർട്ട്സിൽ പഠിക്കണം. പിന്നെ എനിക്ക് ഒരു അനിയൻ, എൻ്റെ അനിയന് 2 പെൺകുട്ടികൾ. അവർ എൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ താമസിക്കുന്നത്. അനിയൻ്റെ പേര് മെൽട്ടൺ എന്നാണ്, അനിയത്തി ജെസ്സി. പിന്നെ രണ്ട് മക്കൾ 2 പെൺകുട്ടികൾ. പിന്നെ പെങ്ങൾ പറഞ്ഞ എൻ്റെ സൗ ഇവിടെ ഉണ്ട്, നമ്മുടെ മൂലംകുള്ളി, അവളും 2 പെൺകുട്ടികളുണ്ട്. അങ്ങനെ പെങ്ങളുടെ പേര് കുഞ്ഞുമോള്. ഇതല്ലാതെ മറ്റു ജോലി കാര്യങ്ങളൊക്കെ ഞാൻ ഐലൻഡിൽ 10-26 വർഷത്തെ ഐലൻഡിലെ ജോലിയാണ്. ഇപ്പം ഈ
പാസ്മിനോളിൽ ഒരു ടെമ്പററി ആയിട്ട് അങ്ങനെ പോകുന്നു. സ്ഥിരം ഒരു പണി ഉണ്ടായിരുന്നത് ഇപ്പോൾ എല്ലാവരോടും കണ്ട ടെർമിനലിൻ്റെ പ്രശ്നം വന്നപ്പോൾ ഞങ്ങൾ പണി അങ്ങനെ നഷ്ടപ്പെട്ടിട്ട് തീർച്ചയായും അങ്ങനെ തർക്കത്തിലൊക്കെ നിൽക്കുന്നതാണ്. താൽക്കാലികമായിട്ട് ഇപ്പോൾ പാസ്മിനോളിൽ ടെമ്പററി ആയിട്ട് ജോലിക്ക് പോകുന്നുണ്ട്. ഏതായാലും ഈ കലാരംഗത്ത് തന്നെ ബിൾട്ടോയ്ക്ക് ഏറ്റവും കൂടുതൽ ഉയരങ്ങളിലെത്താൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, പ്രേക്ഷകർ പ്രാർത്ഥിക്കും. ഈ ചവിട്ടുനാടകത്തിന്റെ അത് സൂക്ഷിക്കാൻ ഇപ്പോഴൊരു യങ്സ്റ്റേഴ്സ് എന്ന നിലയിൽ, ഒരു യുവതാരം എന്ന നിലയിൽ താങ്കൾക്കതിന് സർവ്വസിദ്ധിയും ദൈവം കനിഞ്ഞ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ കുഞ്ഞുമക്കളിലൂടെ ഈ സ്കൂൾ കലോത്സവങ്ങളിലൂടെയൊക്കെ തന്നെ ഇതിന്റെ പ്രചാരം കേരളത്തിലെമ്പാടും നടക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ. ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്നതിന് പ്രത്യേകം നന്ദി ഞാൻ പറയുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുകയും എൻ്റെ കുടുംബം കഴിഞ്ഞാൽ മറ്റു എല്ലാ ഇതിൽ നിന്നും മാറ്റിക്കൊണ്ട് ചവിട്ടുനാടകത്തെ സ്നേഹിക്കുകയാണ്. എനിക്ക് ഇങ്ങനൊരു അവസരം, ചവിട്ടുനാടകത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എടക്കൊച്ചി സലീംകുമാറിനോടും ഈ കൊച്ചിൻ ചാനലിലെ പ്രവർത്തകരോടുമൊക്കെ ഉള്ള എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. നമസ്കാരം.